നമ്മുടെ 31 ദിവസത്തെ ക്ലാസ്സിൻ്റെ 32 ദിവസമായി ഇന്ന് ഇവിടെ ആയപ്പോഴത്തെ ക്ലാസ് എടുത്തല്ലോ. 32 ദിവസത്തെ ക്ലാസ്സിൻ്റെ സമാപന പരിപാടി ആരംഭിക്കുകയാണ്. ഈ സമാപന സമ്മേളനത്തിൻ്റെ അധ്യക്ഷയായി നമ്മുടെ ഗ്രന്ഥശാലയുടെ പ്രസിഡന്റ് ശ്രീമതി വിജയമല്ലി ടീച്ചറിനെ ആദരവോടെ ക്ഷണിക്കുന്നു. നമ്മുടെ ഈ 32 ദിവസത്തെ മഹായജ്ഞം അവസാനിച്ചിരിക്കുന്ന ദിവസമാണ്. ഇന്നലെ അവസാനിച്ചുവെങ്കിലും ഇന്ന് നമ്മുടെ സുധൻ മലയാലപ്പുഴ ഇന്നലെ വന്നിട്ട് മുഴുവിക്കാതെ പോയതിലുള്ള പ്രയാസം കൊണ്ട് ഇന്ന് വരണമെന്ന് അദ്ദേഹം ഇങ്ങോട്ട് ആവശ്യപ്പെട്ട് നമ്മൾ അതിനുള്ള സൗകര്യം കൊടുത്തു. ഇന്ന് തന്നെ വന്ന് ബാക്കി കൂടെ പറഞ്ഞ് നമുക്ക് വളരെ സന്തോഷപ്രദമായി ആ കൃതിയെ അവസാനിപ്പിക്കാൻ സാധിച്ചു. അതും ഈശ്വര നിയോഗമെന്ന് തന്നെ പറയാം. ഇല്ലെങ്കിൽ ഇങ്ങനെ ഒരു അവസരം പിന്നെ ഏതെങ്കിലും ഒരു ദിവസം സന്ദർഭം കിട്ടുമ്പോൾ നമ്മൾ പറയുമായിരുന്നു എന്നുള്ളതാണ്. ഇന്നത്തെ ഈ സമാപന യോഗം ആരംഭിക്കുകയാണ്. എല്ലാ ദിവസവും എത്തിയ ആൾക്കാരുമുണ്ട്, കുറച്ച് പേരിടയ്ക്കിടയ്ക്ക് വന്നവരുമുണ്ട്. അപ്പോൾ ഈ യോഗത്തിൽ ഇനിയിപ്പം നമ്മൾ പുതിയതായിട്ടൊരു ഈശ്വര പ്രാർത്ഥന വയ്ക്കുന്നില്ല. ഈശ്വര പ്രാർത്ഥന കഴിഞ്ഞാണ് നമ്മൾ ആരംഭിച്ചത്. ഇനി വേണ്ടുന്നത് ഇതിൻ്റെ യോഗത്തിൽ സ്വാഗതം അർപ്പിക്കുകയാണ്. സ്വാഗതം പറയുന്നതിന് വേണ്ടി നമ്മുടെ ചെമ്പഴന്തിയിൽ നിന്ന് വന്ന അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ സുരേഷിനെ ആദരവോടെ ക്ഷണിക്കുന്നു. വേദിയിലും സദസ്സിലും എല്ലാ വിശിഷ്ട വ്യക്തികൾക്കും നമസ്കാരം. ശ്രീനാരായണ അന്തർദേശീയ പഠന തീർത്ഥാടന കേന്ദ്രവും SNM ലൈബ്രറി കൊളത്തൂരും സംയുക്തമായി സംഘടിപ്പിക്കുന്ന 3ാമത് കർക്കിടക മാസ ക്ലാസ്സാണ് ഇന്നിവിടെ സമാപിക്കുന്നത്. മൊത്തം 5 ക്ലാസ്സുകളിലൂടെ സംഘടിപ്പിച്ചിട്ടുണ്ടായിരുന്നു. അതിൽ ശ്രീനാരായണ അന്തർദേശീയ പഠന തീർത്ഥാടന കേന്ദ്രം സംയുക്തമായി നടത്തുന്ന 3ാമത്തെ പരിപാടിയാണ് ഇന്ന് ഇവിടെ സമാപിക്കുന്നത്. ആദ്യ 3 വർഷക്കാലം ഒരു കൃതിയെ മാത്രമായി ആസ്പദമാക്കിയായിരുന്നു ക്ലാസ്സെല്ലാം. അനോപദേശ ശതകം മാത്രം. അതിൻ്റെ 100 ശ്ലോകങ്ങളും ഓരോ പ്രഭാഷകര് 5-10 ശ്ലോകങ്ങൾ വീതം ഒരു പ്രഭാഷകൻ തന്നെ 5 ദിവസം 7 ദിവസമൊക്കെ കണ്ടിന്യൂസ് ആയിട്ട് ക്ലാസ് എടുക്കുന്ന ഒരു പരിപാടിയായിരുന്നു ആദ്യ 3 വർഷക്കാലങ്ങളിൽ ഇത്. എന്നാൽ കഴിഞ്ഞ വർഷവും ഈ വർഷവും ഗുരുവിന്റെ ഏകദേശം 5 വിഭാഗത്തിലുള്ള കൃതികളെയും സ്തോത്രകൃതികള്, ദാർശനിക കൃതികള്, അതുപോലെ ഗദ്യപ്രാർത്ഥന എല്ലാ തരത്തിലുള്ള കൃതികളും ഉൾപ്പെടുത്തിയാണ് കഴിഞ്ഞ വർഷത്തെ ക്ലാസ് അതുപോലെ ഈ വർഷത്തെ ക്ലാസ് ഇവിടെ നടത്തിയത്. ശ്രീനാരായണ അന്തർദേശീയ പഠന തീർത്ഥാടന കേന്ദ്രം കഴിഞ്ഞ 14 വർഷം കൊണ്ട് ചെമ്പഴന്തിയിൽ പ്രവർത്തിക്കുകയാണ്. എങ്കിലും വളരെ ആക്റ്റീവായിട്ട് പ്രവർത്തനം ഈ ഇടക്കാലത്തായിട്ടാണ് ആരംഭിച്ചിട്ടുള്ളത്. മിക്കവാറും കേരളത്തിലെ എല്ലാ ജില്ലകളിലും ഞങ്ങൾ പഠന ക്ലാസ്സുകൾ സംഘടിപ്പിച്ചിട്ടുണ്ട്. കണ്ണൂർ, കോഴിക്കോട്, കാസർഗോഡ്, കൊല്ലം, പലതരത്തിലെ അവിടുത്തെ ഗ്രന്ഥശാലകളുമായിട്ട് സംയുക്തമായി അതുപോലെ കോളേജുകളുമായി സഹകരിച്ച് ഏകദേശം ഒരു 10-20ഓളം കോളേജുകളിൽ മഹാഗുരുവിനെ അറിയാനെന്നൊരു പരിപാടി ഞങ്ങൾ നടത്തിയിട്ടുണ്ട്. കണ്ണൂരിൽ തന്നെ 2 പരിപാടി നടത്തിയിരുന്നു. ശ്രീമാൻ സുധൻ മലയാലപ്പുഴ സാറ് കണ്ണൂര് ഒരു പരിപാടിയിൽ പ്രഭാഷണമായിട്ട് വന്നിട്ടുണ്ടായിരുന്നു. കുട്ടികൾക്ക് വേണ്ടി കുട്ടികളും ശ്രീനാരായണ ഗുരു എന്ന് പറഞ്ഞ പരിപാടി സ്കൂളുകളിൽ നടത്തുന്നുണ്ട്. മഹാഗുരുവിനെ അറിയാനെന്ന പരിപാടി കോളേജുകളിൽ നടത്തുന്നുണ്ട്. അതുപോലെ ലഹരി വിരുദ്ധ റാലികൾ, സർട്ടിഫിക്കറ്റ് കോഴ്സ്, ഡിപ്ലോമ കോഴ്സ് എല്ലാം നമ്മുടെ ശ്രീനാരായണ അന്തർദേശീയ പഠന കേന്ദ്രം ഓഫീസിൽ വെച്ചാണ് ഈ പറഞ്ഞ ക്ലാസ്സുകളെല്ലാം നടക്കുന്നത്. മാത്രമല്ല കഴിഞ്ഞ വർഷം ആലുവ അദ്വൈതാശ്രമത്തിൽ വെച്ച് ഒരു സർട്ടിഫിക്കറ്റ് കോഴ്സ് സംഘടിപ്പിച്ചിരുന്നു. ഏകദേശം 100-100ഓളം പേര് ആ കോഴ്സിൽ പങ്കെടുത്തിരുന്നു. ഒരാഴ്ചത്തെ പരിപാടിയാണ്. എങ്കിലും ഇവിടത്തെ പോലെ 30 ദിവസത്തെ ക്ലാസ്
അല്ലെങ്കിൽ 32, ഇതാദ്യമായിട്ടാണ് 32 അധിവർഷമായതുകൊണ്ട് 32 ദിവസം കർക്കിടകത്തിൽ ഉണ്ടായിരുന്ന ക്ലാസ്, അതും ഇത്രയും ആളുകളെ സംഘടിപ്പിച്ചുകൊണ്ട് ഉള്ളൊരു പരിപാടി തീർച്ചയായിട്ടും നമ്മളെ സംബന്ധിച്ചിടത്തോളം വളരെ അത്ഭുതപ്പെടുത്തുന്ന ഒന്നാണ്. കൊളത്തൂർ നിവാസികളുടെ ഗുരുഭക്തിയാണ് അതിൻ്റെ കാരണം എന്നാണ് എനിക്ക് തോന്നുന്നത്. ഞാൻ കേരളത്തിലെ ഏകദേശം എല്ലാ ജില്ലകളിലും പോയിട്ടുണ്ട്. അതുപോലെ ഞാൻ പല സ്ഥലത്തായിട്ട്, എൻ്റെ സ്ഥലം കൊളത്തൂരാണെങ്കിൽ പോലും ഞാൻ കുറേ കാലം താമസിച്ചത് അരുവിപ്പുറത്തായിരുന്നു. അത് കഴിഞ്ഞിട്ട് പിന്നീട് ഞാൻ ചെമ്പഴന്തിയിലാണ് താമസിച്ചത്. ഏറ്റവും കൂടുതൽ ഗുരുഭക്തിയുള്ള ആളുകൾ എവിടെയെന്ന് വെച്ച് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അത് കൊളത്തൂരുള്ളവരാണ്. ഈ പല സ്ഥലത്തും താമസിച്ച് ജീവിച്ച് മനസ്സിലാക്കിയതിൽ നിന്ന് ഞാൻ ഉൾക്കൊണ്ടതാണ്. ഇവിടെ ക്ലാസ്സിന് വൈകുന്നേരം എല്ലാവരും വരുന്നു എന്ന് മാത്രമല്ല, നമ്മളെല്ലായിടത്തും ക്ലാസ് നടത്തുന്ന സമയത്ത് എന്ന് പറയുന്നത് രാവിലെ സ്നാക്സ്, ചായ, അതുപോലെ ഉച്ചയ്ക്കുള്ള ഭക്ഷണം, അതുപോലെ വൈകുന്നേരം ചായ, സ്നാക്സ് എല്ലാം നമ്മളുടെ ഈ പഠന കേന്ദ്രം തന്നെ സംഘടിപ്പിക്കുകയാണ് ചെയ്യുന്നത്. എന്നാൽ ഇവിടെ അങ്ങനെയല്ല. ഇവിടെ എല്ലാ വിദ്യാർത്ഥികളും, എല്ലാ പഠിതാക്കളും ഓരോ ദിവസം ആയിട്ട് മത്സരിച്ച് ചായ, സ്നാക്സ് അവരവർ സ്പോൺസർ ചെയ്ത് കൊണ്ടുവരിക. തീർച്ചയായിട്ടും അത് വളരെ പ്രശംസ അർഹിക്കുന്ന ഒരു കാര്യമാണ്. അതിന് എത്ര നന്ദി പറഞ്ഞു കഴിഞ്ഞാലും മതിയാവില്ല. എന്തായാലും ഞാൻ എൻ്റെ കർത്തവ്യത്തിലേക്ക് കടക്കുകയാണ്. വിശിഷ്ട വ്യക്തികൾക്ക് സ്വാഗതം പറയുക എന്നുള്ളതാണ് എൻ്റെ കർത്തവ്യം. ഈ യോഗത്തിൽ അധ്യക്ഷത വഹിക്കുന്നത് ശ്രീമതി ജി വിജയമ്മ ടീച്ചർ അവർകളാണ്. കഴിഞ്ഞ 33 വർഷക്കാലമായി SNM ലൈബ്രറിയുടെ വൈസ് പ്രസിഡന്റായിട്ട് പ്രവർത്തിച്ച ശ്രീമതി വിജയമ്മ ടീച്ചർ ഇപ്പോൾ അതിൻ്റെ പ്രസിഡന്റ് ആയിരിക്കുകയാണ്. ഔപചാരികതയുടെ പേരിൽ, കാരണം വിജയമ്മ സാറും ശ്രീമാൻ രാജീവ് എല്ലാവരും കൂടെയാണ് ഇത് സംഘടിപ്പിക്കുന്നതിന് വേണ്ടി പിന്നിൽ നിൽക്കുന്നത്. ഔപചാരികതയുടെ പേരിൽ ശ്രീമതി വിജയമ്മ ടീച്ചർ അവരുടെ ശ്രീനാരായണ ദേശീയ പഠന കേന്ദ്രത്തിന്റെയും ലൈബ്രറിയുടെയും പേരിൽ ഹാർദവമായി സ്വാഗതം അറിയിക്കുന്നു. ഈ യോഗം ഉദ്ഘാടനം ചെയ്യാനായി നമുക്കൊരു മഹത് വ്യക്തിയാണ് ലഭിച്ചിരിക്കുന്നത്. ശ്രീനാരായണ ധർമ്മസംഘം ട്രസ്റ്റിന്റെ സന്യാസി അല്ലാത്ത എന്നാൽ സന്യാസി തുല്യ ജീവിതം നയിക്കുന്ന ശ്രീ ഡോക്ടർ ഷാർങ്ങധരൻ സാറിനെയാണ്. ഉദ്ഘാടനത്തിനായി ഇവിടെ എത്തിയ ശ്രീ ഷാർങ്ങധരൻ സാറിനെ ഹാർദമായി ശ്രീനാരായണ ദേശീയ പഠന കേന്ദ്രത്തിന്റെയും SNM ലൈബ്രറിയുടെയും പേരിൽ സ്വാഗതം ചെയ്യും. മുഖ്യ അതിഥിയായി ശ്രീ മേനയിൽ വിക്രമൻ അവർ കൗൺസിലറാണ്, വരുമെന്ന് അറിയിച്ചിരുന്നു. ഇതുവരെ എത്തിയിട്ടില്ല. അദ്ദേഹത്തിന്റെ സാന്നിധ്യത്തിൽ അദ്ദേഹത്തെ ഹാർദമായി സ്വാഗതം ചെയ്യുന്നു. മുഖ്യ പ്രഭാഷണം നടത്തുന്നത് ശ്രീനാരായണ ദേശീയ പഠന തീർത്ഥാടന കേന്ദ്രത്തിന്റെ ഡയറക്ടറായ പ്രൊഫസർ ശിശുപാലൻ സാറാണ്. സാറും അതുപോലെ നമ്മുടെ വിജയമ്മ ടീച്ചറുമാണ് ഈ പറഞ്ഞ ക്ലാസ്സുകൾ അറേഞ്ച് ചെയ്യുന്നതിൽ മുഖ്യ പങ്കാളിത്തം വഹിച്ചത്. സാറിനെയും ഔപചാരികതയുടെ പേര് ഹാർദമായി സ്വാഗതം ചെയ്യുന്നു. ആശംസകൾ അർപ്പിക്കാനായി ഇവിടെ എത്തിയിട്ടുള്ളത് ശ്രീ തുളസീധരൻ അവറുകളാണ്. കൊളത്തൂർ ക്ഷേത്രത്തിന്റെ പ്രസിഡന്റായ വൈസ് പ്രസിഡന്റായ ശ്രീ തുളസീധരൻ അവരെ ഹാർദമായി സ്വാഗതം ചെയ്യുന്നു. ഇവിടെ കഴിഞ്ഞ 2 വർഷമായിട്ട്, ഈ വർഷവും നമ്മുടെ ഈ പഠന ക്ലാസ് എടുക്കുകയും, എനിക്കൊന്ന് കഴിഞ്ഞ പ്രാവശ്യവും 2 ദിവസവും, ഈ പ്രാവശ്യവും 2 ദിവസം, കഴിഞ്ഞ 3 വർഷമായി ക്ലാസ് എടുക്കുകയും കൊളത്തൂർ കോലത്തുകര SNDP ബ്രാഞ്ചിന്റെ പ്രസിഡന്റുമായ ശ്രീ കോലത്തുകര മോഹനൻ അവരെ ആശംസാ പ്രസംഗത്തിനായി ഹാർദമായി സ്വാഗതം ചെയ്യുന്നു. വായനശാലയുമായി ബന്ധപ്പെട്ടുള്ള എല്ലാ കാര്യങ്ങളിലും സഹകരിക്കുന്ന ആശാൻ മെമ്മോറിയൽ അസോസിയേഷന്റെ സെക്രട്ടറിയായ ശ്രീ AM.A. ഖാദർ അവരെ ഹാർദമായി സ്വാഗതം ചെയ്യുന്നു. ഈ ക്ലാസ്സിൽ കഴിഞ്ഞ ആഴ്ച ക്ലാസ് എടുത്ത ശ്രീ ആനാവൂർ മുരുകൻ അവർ
എത്തുമെന്ന് പറഞ്ഞിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ സാന്നിധ്യത്തിൽ അദ്ദേഹത്തെ ഹാർദമായി സ്വാഗതം ചെയ്യുക. നമ്മുടെ പല ക്ലാസ്സുകളിലും പ്രാസംഗികനായി പ്രഭാഷകനായി എത്തുന്ന ശ്രീ സുധൻ മലയാലപ്പുഴ അവരുകളെയും നമ്മൾ കണ്ണൂര് ചെറുപുഴ എന്ന് പറയും, കാസർഗോഡിന് അടുത്തുള്ളൊരു വായനശാലയിൽ വെച്ച് ക്ലാസ് എടുക്കുന്ന സമയത്ത് ഉച്ച തൊട്ട് വൈകുന്നേരം വരെ സാറിന്റെ ക്ലാസ് ആയിരുന്നു. എന്നുവെച്ചാൽ കണ്ണൂർ വരെ സാറ് ക്ലാസ് എടുക്കുന്നതിന് വേണ്ടി നമ്മളോട് സഹകരിച്ചിട്ടുള്ള അദ്ദേഹത്തെ ശ്രീനാരായണ അന്തർദേശീയ പഠനകേന്ദ്രത്തിന്റെയും ശ്രീനാരായണ മെമ്മോറിയൽ ലൈബ്രറിയുടെയും പേരിൽ ആദ്യമായി സ്വാഗതം ചെയ്യും. അതുപോലെ കുമാരി മേഘ മനോജ് ആത്മോപദേശ ശതകമൊക്കെ ഈ ചെറിയ പ്രായത്തിൽ തന്നെ ഹൃദയസ്ഥമാക്കിയ മേഘ മനോജിനെ ഞങ്ങൾ ആദരിക്കുകയാണ്. ആദരവ് ഏറ്റുവാങ്ങാൻ വന്ന കുമാരി മേഘ മനോജിനെ ആദ്യമായി സ്വാഗതം ചെയ്യും. ഈ യോഗത്തിൽ കൃതജ്ഞത അർപ്പിക്കുന്നത് SNM ലൈബ്രറിയുടെ ജനറൽ സെക്രട്ടറിയായ ശ്രീ രാജീവ് അവർകളാണ്. അദ്ദേഹത്തെയും ഔപചാരികതയുടെ പേരിൽ ശ്രീനാരായണ അന്തർദേശീയ പഠനകേന്ദ്രത്തിന്റെ ലൈബ്രറിയുടെയും പേരിൽ ആദ്യമായി സ്വാഗതം ചെയ്യും. ഏറ്റവും തീർച്ചയായിട്ടും സ്വാഗതം ചെയ്യേണ്ടത് ഇവിടെ ഈ കഴിഞ്ഞ 32 ദിവസമായി ആത്മാർത്ഥതമായി ഈ ക്ലാസ്സിൽ പങ്കെടുത്ത എല്ലാ നല്ലവരായ നാട്ടുകാരെയും ശ്രീനാരായണ അന്തർദേശീയ പഠനകേന്ദ്രത്തിന്റെയും ശ്രീനാരായണ മെമ്മോറിയൽ ലൈബ്രറിയുടെയും പേരിൽ ഹാർദമായി സ്വാഗതം ചെയ്യുന്നു. അധ്യക്ഷ പ്രസംഗം നയിക്കുന്നതിലേക്ക് റിപ്പോർട്ട് അവതരിപ്പിക്കുന്നതിലേക്കുമായി ശ്രീമതി വിജയമ്മ ടീച്ചർ അവരെ ക്ഷണിക്കുന്നു. നമ്മുടെ ഇത്രയും ദിവസത്തെ കാര്യങ്ങൾ ഒരു 28 ദിവസം വരെയാണ് നമ്മൾ പരിപാടി നടത്താൻ പറ്റിയത്. ആ ദിവസങ്ങളിലെല്ലാം വന്ന് പ്രഭാഷണങ്ങൾ നടത്തി നമ്മൾക്ക് വളരെയധികം ഉപദേശങ്ങളും അറിവുകളും രേഖപ്പെടുത്തി പോയ ആചാര്യന്മാരുൾപ്പെടെ ഇവിടെ പ്രവർത്തിച്ച അല്ലെങ്കിൽ നടത്തിക്കൊണ്ടിരുന്ന കാര്യങ്ങളെക്കുറിച്ചുള്ള ഒരു ചെറിയ റിപ്പോർട്ട് എഴുതി വെച്ചിട്ടുണ്ട്. അതൊന്ന് അവതരിപ്പിക്കുന്നതിന് വേണ്ടി കമ്മിറ്റി അംഗം ബീന ടീച്ചറെ ക്ഷണിക്കുകയാണ്. കാരണം റിപ്പോർട്ട് വായിച്ചു കഴിഞ്ഞാൽ ഉദ്ഘാടകനും അതിനെപ്പറ്റിയുള്ളൊരു വിവരം, നടന്ന വിവരങ്ങളൊന്ന് മനസ്സിലാക്കാൻ വേണ്ടിയാണ് ആദ്യമേ റിപ്പോർട്ട് വായിക്കാൻ ഉദ്ദേശിക്കുന്നത്. കുളത്തൂർ ശ്രീനാരായണ ലൈബ്രറിയും ചെമ്പഴന്തി ശ്രീനാരായണ അന്തർദേശീയ പഠനകേന്ദ്രവും സംയുക്തമായി നടത്തിയ ഈ വർഷത്തെ പഠന ക്ലാസ് ജൂലൈ 16 മുതൽ ആഗസ്റ്റ് 16 വരെ ശ്രീനാരായണ മെമ്മോറിയൽ ലൈബ്രറി ഹാളിൽ നടക്കുകയുണ്ടായി. ഈ പ്രവർത്തനത്തിന്റെ ഒരു സംക്ഷിപ്ത അവലോകനമാണ് അവതരിപ്പിക്കുന്നത്. ഒന്നാം ദിവസമായ 16/7/2024 വൈകുന്നേരം 6 മണിക്ക് നിറഞ്ഞ സദസ്സിൽ ശ്രീ അഭയാനന്ദ സ്വാമികൾ ഉദ്ഘാടന കർമ്മം നിർവഹിച്ചു. ഗുരുവിന്റെ തൃക്കരങ്ങളാൽ വിരചിതമായ സ്തോത്രകൃതികൾ, ദാർശനിക കൃതികൾ, ഉദ്ബോധനാത്മക കൃതികൾ, ഗദ്യകൃതികൾ ഇവയിൽ പല കൃതികളും എടുത്ത് പ്രഗത്ഭരായ ആചാര്യന്മാർ ക്ലാസുകൾ നയിച്ചു. നിർഭാഗ്യവശാലുണ്ടായ ദുരന്തങ്ങൾ, സർക്കാർ ദുഃഖാചരണം നടത്തിയ വയനാട് ദുരന്തവും നമ്മുടെ നാട്ടിലെ തന്നെ സുനിൽകുമാറിന്റെ വീട്ടിലെ 4 പേരുടെ ജീവൻ അപഹരിച്ച ദുരന്തവും ചേർത്ത് 3 ദിവസം ക്ലാസുകൾ നിർത്തിവെക്കേണ്ടി വന്നു. ആ ഹതഭാഗ്യരുടെ വേർപാടിൽ അനുശോചനം നടത്തിയാണ് തുടർന്നുള്ള ക്ലാസുകൾ നടന്നത്. സ്തോത്രകൃതികൾ. വിനായകാഷ്ടകം എന്ന കൃതിയെക്കുറിച്ച് ശിവഗിരിയിൽ നിന്നെത്തിയ സ്വാമി ബോധി തീർത്ഥ വിശദമായി തന്നെ പഠനം നടത്തി. ശിവസ്തോത്രം, സദാശിവ ദർശനം 2 ദിവസങ്ങളായി വർക്കലയിൽ നിന്നെത്തിയ ശ്രീ രമേശ് അവതരിപ്പിച്ചു. ശിവതാണ്ഡവ സ്തുതിയെ വെല്ലുന്ന തരത്തിലാണ് ഗുരു ഈ കൃതി രചിച്ചതെന്നും എല്ലായ്പ്പോഴും മംഗളകാരിയായ ശിവദർശനം ലഭിക്കണമേ എന്ന പ്രാർത്ഥനയാണ് ഇതിൽ അടങ്ങിയിരിക്കുന്നതെന്നും വ്യക്തമാക്കത്തക്കവണ്ണം ഓരോ ശ്ലോകവും പദാർത്ഥ രൂപേണ വ്യക്തമാക്കിയായിരുന്നു ക്ലാസ്. ശ്രോതാക്കൾക്ക് കൃത്യമായ അനുഭവമായിരുന്നു. ശ്രീമതി ML ഉഷാരാജ് പിണ്ടനന്ദി
എന്ന കൃതിയാണ് അവതരിപ്പിച്ചത്. എല്ലാ ശ്ലോകങ്ങളും വായിച്ച് അർത്ഥം വിശദമാക്കിയിരുന്നു. അങ്ങനെയാണ് ക്ലാസ് നയിച്ചത്. അടുത്തതായി രാജലക്ഷ്മി. പഠനരംഗത്ത് വളരെ കുറച്ച് കാലത്തെ പരിചയമേ ഉള്ളൂ എങ്കിലും തന്റെ അശ്രാന്ത പരിശ്രമത്തിലൂടെ നേടിയെടുത്ത ഗുരുകൃപയിലൂടെ ഒരു ക്ലാസ്സിലെ കുട്ടികളെ മുന്നിൽ കണ്ടുകൊണ്ട് പഠിപ്പിക്കുന്ന ഒരു അധ്യാപികയെ ഓർമ്മിപ്പിക്കുന്ന തരത്തിലായിരുന്നു ക്ലാസ് നയിച്ചത്. കുളത്തൂർ ദേശക്കാർക്ക് ഏറെ പരിചിതമായ കോലാതി ദേശസ്ഥവുമായിരുന്നു ശ്രീ രാജലക്ഷ്മി ഏറ്റെടുത്ത കൃതി. ഇടയ്ക്ക് ശ്രോതാക്കളെ 1 മിനിറ്റ് നേരം യോഗ അവസ്ഥയിൽ ഇരുത്തി ഈശ്വര ചിന്തയിലേക്ക് കൊണ്ടുപോകാനും രാജലക്ഷ്മിക്ക് കഴിഞ്ഞു. സപ്ലൈ പോയതിനാൽ കുറച്ച് സമയം ഇല്ലാതായത് എല്ലാവർക്കും ഒരു പ്രയാസം അനുഭവപ്പെട്ടു. ദേവീ സ്തോത്രം. പാങ്ങപ്പാറ ശ്രീ ഗിരീഷ് കുമാർ ജനനി നവരത്നമഞ്ജരി എന്ന കൃതിയെക്കുറിച്ച് വിശദമായ ഒരു വിവരണം നൽകി. ശ്രീ സുധൻ മലയാലപ്പുഴ ഒരു സംസ്കൃത പണ്ഡിതനാണ്. കൂടുതൽ ആരും കൈവച്ചിട്ടില്ലാത്ത ഒരു കൃതിയാണ് ദേവി പ്രണമ ദേവ്യാഷ്ടകം. തികച്ചും സംസ്കൃതമാണ് ഇതിലെ ശ്ലോകങ്ങൾ. ഈ ശ്ലോകങ്ങൾ പാരായണം ചെയ്യുന്നത് കൊണ്ട് കണ്ടത്തിനും നാക്കിനും അനായാസേന വഴക്കം കിട്ടുമെന്നും ഓരോ ശ്ലോകത്തിലും അടങ്ങിയിരിക്കുന്ന ദേവതാ ഭാവങ്ങളെ കുറിച്ച് വളരെ കൃത്യമായി അവതരിപ്പിച്ചു. സമയം തികയാത്തതിനാൽ അവസാനം വരെ വ്യക്തമാക്കാൻ കഴിഞ്ഞില്ല. മുഴുവനായി കേൾക്കാൻ ശ്രോതാക്കൾക്ക് താല്പര്യം ഉണ്ടായിരുന്നു. ഇനിയൊരു അവസരത്തിൽ അദ്ദേഹത്തെ ഈ ലൈബ്രറിയിൽ കൊണ്ടുവരണമെന്ന് ആഗ്രഹമുണ്ട്. എന്തായാലും ദൈവനിമിത്തത്താൽ ഇന്ന് നമുക്കതിന്റെ ബാക്കി ഭാഗം കേൾക്കാനും കഴിയും. അടുത്തത് സുബ്രഹ്മണ്യ സൂത്രം. സുബ്രഹ്മണ്യ കീർത്തനം ശ്രീമതി വസുമതി ടീച്ചർ പരിചയപ്പെടുത്തി. ഓരോ ശ്ലോകവും വായിച്ച് വ്യക്തമാക്കുകയും അനുബന്ധമായി ഗുരുദർശനത്തെ പല ഭാഗങ്ങളിലും സ്പർശിച്ചുകൊണ്ടും ക്ലാസ് നയിച്ചു. ഇടയ്ക്ക് കറണ്ട് പോയതിനാൽ സമയനഷ്ടം ഉണ്ടാകാതെ നമ്മുടെ ക്ഷണം സ്വീകരിച്ച് ശ്രീ കോലത്തുകര മോഹൻ സുബ്രഹ്മണ്യ കീർത്തനം കാണാതെ തന്നെ മുഴുവൻ അവതരിപ്പിച്ചു. അതും ഒരു ഗുരു നിയോഗം ആയിരിക്കാം. ഗുരുവിന്റെ ദാർശനിക കൃതികളിൽ നിർവൃതി പഞ്ചകം എന്ന കൃതിയെ നമ്മുടെ നാട്ടുകാരനായ ശ്രീ ദിലീപ് കുളത്തൂർ തന്റെ ഓരോ ശ്ലോകവും വാക്കുകളുടെ അർത്ഥം വ്യക്തമാക്കി. നിത്യസത്യമായി ഒന്നേ ഉള്ളൂ, അത് ബ്രഹ്മമാണെന്നും ഉള്ള തത്വം വ്യക്തമാക്കി. ഭേദചിന്തകൾ ഒഴിഞ്ഞുള്ളവന് മാത്രമേ നിർവൃതി ഉണ്ടാകൂ എന്നും ശ്രോതാക്കളെ അത് ഉത്ബോധിപ്പിച്ചുകൊണ്ട് ശ്രീ ദിലീപിന്റെ വളരെ കൃത്യമായിരുന്നു ആ കർമ്മം. ശ്രീ SK രാധാകൃഷ്ണൻ ആത്മോപദേശ ശതകത്തിലെ മതദർശനം എന്ന ഭാഗം സ്കൂൾ കുട്ടികളായി ശ്രോതാക്കളെ കണ്ടുകൊണ്ട് വിവരങ്ങൾ ബോർഡിൽ എഴുതി പ്രദർശിപ്പിച്ച് ഏറെ വിലപ്പെട്ട ആശയങ്ങൾ ശ്രോതാക്കൾക്ക് കൈമാറി. 2 ദിവസം കൊണ്ടാണ് വിഷയം അവതരിപ്പിച്ചത്. ബ്രഹ്മവിദ്യാപഞ്ചകം എന്ന കൃതി സ്വാമി അസംഗാനന്ദഗിരിയാണ് പരിചയപ്പെടുത്തിയത്. ഗുരുവിന്റെ ചരിത്രം പറയുമ്പോൾ കുളത്തൂർ ദേശത്തെ മാറ്റി നിർത്താൻ ഒരിക്കലും കഴിയില്ല എന്നും ബ്രഹ്മവിദ്യ അവനവനെ കുറിക്കുന്നതാണെന്നും അദ്ദേഹം വെളിപ്പെടുത്തി. ഒരു ശ്ലോകം മാത്രമേ വിവരിക്കാൻ അവസരം കിട്ടിയുള്ളൂ. ബാക്കി ശ്ലോകങ്ങൾ സ്വാമി പാരായണം ചെയ്തു. അദ്വൈത ദീപിക ഗുരുവിന്റെ ദാർശനിക കൃതികളിൽ പെട്ടതാണ്. 2 ദിവസം കൊണ്ട് ശ്രീ കുളത്തൂർ മോഹൻ വളരെ വിശദമായി പ്രതിപാദിച്ചു. പ്രതിഷ്ഠ മുതൽ ഗുരു പ്രതിഷ്ഠ നടത്തിയ ക്ഷേത്രങ്ങളെ കുറിച്ചും ഓരോ സ്ഥലത്തും ഗുരു നൽകിയ ദർശനവും വിശദീകരിച്ചു. അദ്വൈതമാണ് ഗുരുദർശനം എന്ന് വ്യക്തമാക്കി തരികയും ചെയ്തു. ശ്ലോകത്രൈ ശ്രീമതി തങ്കലക്ഷ്മി പത്തനംതിട്ട അവതരിപ്പിച്ച ഈ കൃതിയിൽ ആകെ 3 പദ്യങ്ങളെ ഉള്ളൂ എങ്കിലും അതിലടങ്ങിയിട്ടുള്ള ഗുരുദർശനം തുറന്നു കാണിക്കത്തക്കവണ്ണം വെളിപ്പെടുത്തി. ഗുരു ചെയ്തത് പരിഷ്കാരമല്ല, പരിവർത്തനമാണെന്നും വേദങ്ങൾ ആണെന്നും അവർ പറയുകയുണ്ടായി. വേദങ്ങൾ രചിക്കുന്നത് ഗദ്യ പദ്യ ഗാനരൂപത്തിലായതുകൊണ്ടാണ് വേദത്രയി എന്ന പ്രയോഗിക്കുന്നതെന്നും വ്യക്തമാക്കി തന്നു. ദൈവദശകം ശ്രീ BR രാജേഷ് ഓരോ ശ്ലോകവും പ്രത്യേകമായി ആലപിച്ചു ഉള്ളിലെ സത്ത വിവരിച്ചു തന്നു. ആലാപനത്തിലെ ചില പിഴവുകൾ തിരുത്തി തരികയും എല്ലാം ബ്രഹ്മമാണെന്ന സത്യം
വെളിപ്പെടുത്തി തരികയും ചെയ്തു. ഉത്ബോധനാത്മക കൃതികൾ. ജാതി നിർണയം എന്ന കൃതി സ്വാമി പ്രബോധ തീർത്ഥ പരിചയപ്പെടുത്തി. ജന്മം കൊണ്ടും കർമ്മം കൊണ്ടും ജാതി ഉണ്ടാകുന്നില്ല എന്നും കർമ്മത്തിന്റെ അടിസ്ഥാനത്തിലാണ് ചാതുർവർണ്ണയം രൂപപ്പെട്ടതെന്നും അദ്ദേഹം പറഞ്ഞു. ഒരാൾ സമ്പൂർണനാകുന്നത് എങ്ങനെയെന്നും എപ്പോഴെന്നും തന്റെ പ്രഭാഷണത്തിലൂടെ സ്വാമി വിവരിച്ചു. അനുകമ്പാ ദശകം കുളത്തൂർ സ്വദേശിയായ ശ്രീ ഭുവനചന്ദ്രൻ അവതരിപ്പിച്ചു. ഓം എന്ന പ്രണവ മന്ത്രപ്പൊരുൾ വിശദമാക്കി പല ഉപകഥകളും കൂട്ടിച്ചേർത്ത് തന്നാലാകും വിധം വിഷയം അവതരിപ്പിക്കാൻ ശ്രമിച്ചു. ആലാപനവും മെച്ചപ്പെട്ടതാക്കി. ഗദ്യപ്രാർത്ഥന. ഗുരുവിന്റെ ഗദ്യപ്രാർത്ഥനയെ അടിസ്ഥാനമാക്കി ഗുരുദർശനം ഉൾക്കൊണ്ടുകൊണ്ട് ഗുരു പ്രചരണ മാധ്യമങ്ങളിലൂടെ വ്യാപരിച്ചു കൊണ്ടിരിക്കുന്ന ശ്രീ സജീവ് കൃഷ്ണൻ വിഷയം അവതരിപ്പിച്ചു. ഗുരുദേവന്റെ ആശയ ദർശന രൂപം നൽകിക്കൊണ്ട് നമ്മെ സച്ചിദാനന്ദ സ്വരൂപികളാക്കാനുള്ള ശരിയായ പ്രവർത്തനം തന്റെ വിഷയത്തിൽ ഊന്നിക്കൊണ്ട് ശ്രീ സജീവ് കൃഷ്ണൻ നടത്തി. എല്ലാം ലയിക്കുന്ന പ്രകൃതമാണ് പ്രളയം എന്ന പ്രപഞ്ച സത്യം പ്രകൃതി നിയമമാണെന്ന് തന്റെ പ്രഭാഷണത്തിലൂടെ നമുക്ക് തെളിയിച്ചു തന്നു. പ്രൊഫസർ വി കാർത്തികേയൻ നായർ. അദ്ദേഹം ചരിത്ര അധ്യാപകൻ കൂടിയാണ്. 100ാം വാർഷിക സമയമായ വൈക്കം സത്യാഗ്രഹം, കുമാരനാശന്റെ മരണം തുടങ്ങി പ്രധാനപ്പെട്ട കാര്യങ്ങളെ കുറിച്ച് വിവരിച്ചു. ആദ്യമൊക്കെ മലയാള പുസ്തകം കേരളത്തിൽ അച്ചടിച്ചതിന്റെ 200ാം വർഷവും ക്ഷേത്രങ്ങൾ സർക്കാർ ഏറ്റെടുത്തതും ദേവസ്വം ബോർഡ് രൂപീകരിച്ചതും തിരുവിതാംകൂർ, കൊച്ചി, മലബാർ യോജിപ്പിച്ച് ഐക്യ കേരളം ഭാഷാടിസ്ഥാനത്തിൽ രൂപീകരിച്ചതും വൈക്കം സത്യാഗ്രഹ സാഹചര്യങ്ങളും ക്ഷേത്ര പ്രവേശന വിളംബരവും PSC നിലവിൽ വന്നതും പിന്നോക്കക്കാർക്ക് 35% സംവരണം ഏർപ്പെടുത്തിയതുമായ ചരിത്ര പശ്ചാത്തലം വിശദമായി പ്രതിപാദിച്ചു. സാമൂഹ്യനീതി എന്നതായിരുന്നു പ്രഭാഷകൻ ശ്രീ ഘോഷ് ശ്രീധരന്റെ വിഷയം. പരമമായ അറിവാണ് സത്യമെന്നും അതാണ് ദൈവമെന്നും സാമ്പത്തിക സംവരണത്തെ കുറിച്ചും തന്റെ അറിവ് വിശദീകരിച്ചു. ഡോക്ടർ അനുജ. ഗുരുവിന്റെ പഞ്ചശുദ്ധിയായിരുന്നു വിഷയം. മനഃശുദ്ധി, വാക്ശുദ്ധി, ഇന്ദ്രിയശുദ്ധി, ഗൃഹശുദ്ധി, ശരീരശുദ്ധി. ഇത്തരം ശുദ്ധികൾ മനുഷ്യനിൽ അനുവർത്തിക്കേണ്ടതിന്റെ ആവശ്യവും ഗുണവും വ്യക്തമായി തന്നെ ഒരു ഹെൽത്ത് എഡ്യൂക്കേഷൻ നടത്തുന്ന വ്യക്തി എന്ന നിലയിൽ ശ്രോതാക്കൾക്ക് ബോധ്യപ്പെടുത്തി കൊടുക്കാൻ ഡോക്ടർ അനുജയ്ക്ക് കഴിഞ്ഞു. ഡോക്ടർ ഗീത അനിയൻ. മുണ്ടക്കയത്താണ് താമസമെങ്കിലും കുളത്തൂർ സ്വദേശിയായ ശ്രീ ഗീത അനിയൻ ഗുരുദേവ കൃതികളുടെ ഒരു പ്രഭാഷകയാണ്. 3 വർഷമായി നമ്മുടെ ക്ഷണം സ്വീകരിച്ച് ഇവിടെ എത്തുന്നുണ്ട്. പ്രകൃതി ഗുരുദർശനത്തോടൊപ്പമാണ് എന്നതായിരുന്നു ഗീത അനിയൻ പ്രതിപാദിച്ച വിഷയം. ഗുരുവിന്റെ ആദ്യ കൃതി ശ്രീകൃഷ്ണ ദർശനത്തെ കുറിച്ചും പ്രകൃതി സംരക്ഷണ ദിനമായ ഇന്നു തന്നെ ഈ വിഷയത്തെ കുറിച്ച് സംസാരിക്കാൻ കഴിഞ്ഞതും സന്തോഷമായി പ്രതിപാദിച്ചു. മനനം ചെയ്യുന്നവനാണ് മനുഷ്യനെന്നും മരണമുള്ളവൻ മർത്യനെന്നും ഒക്കെയുള്ള വിചാരങ്ങളെ ഓർമ്മപ്പെടുത്തിയാണ് ക്ലാസ് എടുത്തത്. അടുത്തത് അഡ്വക്കേറ്റ് ശ്രീ അനിൽ ഓങ്കാർ. സാഹിത്യകാരൻ, സൈക്കോളജിസ്റ്റ് തുടങ്ങി വിവിധ തലങ്ങളിൽ വ്യക്തിത്വമുള്ള ശ്രീ അനിൽ ഓങ്കാറിന്റെ വിഷയം ശ്രീനാരായണ ധർമ്മം ജീവിതയാത്രയിൽ എന്നതായിരുന്നു. ഗുരുദേവന്റെ ജാതിമതം, പഞ്ചശുദ്ധി, പഞ്ചധർമ്മം, ഭാഷാടിസ്ഥാനത്തിൽ സംസ്കാരം, സമൂഹത്തിൽ സ്ത്രീയുടെ സ്ഥാനം, സംഘടനയുടെ ശക്തി, സമൂഹത്തിൽ തുടങ്ങിയ വിഷയങ്ങൾ ഗുരു അനുവർത്തിച്ചു പോന്ന എല്ലാ വശങ്ങളും വ്യക്തമായി പ്രതിപാദിച്ചു. ശ്രീ TS ശിവരാജൻ. ഗുരുദേവന്റെ ഈശ്വരീയത എന്നതായിരുന്നു വിഷയം. നമുക്കറിയാവുന്ന ധാരാളം കഥകൾ ഓർമ്മപ്പെടുത്തി ഈ പഠന ക്ലാസിന്റെ സർവതോന്മുഖമായ പത്രാധിപരുടെ കുളത്തൂർ പ്രസംഗവേദി എന്ന നിലയിൽ ലൈബ്രറിയുടെ ഖ്യാതി എടുത്തു പറഞ്ഞു. ലോകത്തിലെ ആദ്യത്തെ ഗുരുദേവ ക്ഷേത്രം എന്നത് കോലത്തുകര ക്ഷേത്രത്തിന്റെ സൂചനയിൽ കൊണ്ടുവന്നു. അരുവിപ്പുറം പ്രതിഷ്ഠ മുതൽ എല്ലാ ഗുരുവിന്റെ പ്രതിഷ്ഠകളെ കുറിച്ചും പ്രതിപാദിച്ചു. നമ്മുടെ ഈ പഠന ക്ലാസിന്റെ സർവതോന്മുഖമായ പ്രവർത്തനങ്ങൾക്കും പൂർണ്ണ
സമ്പൂർണമായ സഹകരണം നൽകുന്ന അന്താരാഷ്ട്ര പഠന കേന്ദ്രത്തിന്റെ ഡയറക്ടർ പ്രൊഫസർ ശ്രീ ശിശുപാലൻ സാർ ശ്രീ MA സിദ്ദിഖിന്റെ അഭാവത്തിൽ ഒരു ദിവസത്തെ ക്ലാസ് നയിച്ചു. 1888 അരുവിപ്പുറം പ്രതിഷ്ഠ മുതൽ ആലുവ സർവമത സമ്മേളനത്തിന്റെ 100ാം വാർഷികം ആണിതെന്നും വാദിക്കാനും ജയിക്കാനുമല്ല അറിയാനും അറിയിക്കാനുമാണുള്ളതെന്നും ഉള്ള ഉദ്ബോധനവും ഒരു മതവും അന്യമല്ലെന്നും മതസംബന്ധിയായ ആശയങ്ങളെ സംഘടനകളിൽ ഒരു സമന്വയം ഉണ്ടാകുന്നതിന് വേണ്ടി നടത്തിയ ശ്രമമാണ് ആലുവ സർവമത സമ്മേളനമെന്നും വ്യക്തമാക്കി. എല്ലാ മതങ്ങളുടെയും ആശയങ്ങളെയും പ്രവർത്തനങ്ങളെയും ശരിയായി പഠിച്ചു വിലയിരുത്താൻ സംഘടനകളും ഇല്ലാതാകും എന്നും അദ്ദേഹം അഭിപ്രായപ്പെട്ടു. കർക്കിടകം 1 മുതൽ 31 വരെ നടന്ന ഈ പരിപാടിയിൽ ക്ഷണം സ്വീകരിച്ച് ഇവിടെ എത്തിച്ചേർന്ന ക്ലാസുകൾ നയിച്ച എല്ലാ ആചാര്യന്മാർക്കും എല്ലാ ദിവസവും ഇവിടെ ശ്രോതാക്കളായി എത്തി സദസ്സിനെ സമ്പുഷ്ടമാക്കിയവർക്കും ദീപം തെളിക്കുന്നതിന് വേണ്ടി വിളക്കിലേക്ക് പകരാൻ ആവശ്യമായി എണ്ണ നൽകിയ ശ്രീ സിന്ധു തോപ്പിൽ, പൂക്കൾ ശേഖരിച്ച് ഹാരം കെട്ടി ഗുരുവിന്റെ പടത്തിൽ ചാർത്താൻ താല്പര്യം കാണിച്ച ശ്രീമതി സുമം സുകേശനും എല്ലാ ദിവസവും ക്ലാസ് കഴിഞ്ഞ ഉടൻ ഇവിടെ നടക്കുന്ന റിഫ്രഷ്മെന്റിൽ ആളായും ആത്മാർത്ഥമായും സഹകരിച്ച എല്ലാ ശ്രോതാക്കൾക്കും ക്ലാസുകൾ കഴിയുമ്പോൾ അഭിപ്രായം രേഖപ്പെടുത്തിയവർക്കും എല്ലാ ദിവസവും യോഗത്തിന് മുൻപും അവസാനവും സ്വാഗതവും നന്ദിയും രേഖപ്പെടുത്തിയ പഠന കേന്ദ്രത്തിലെയും ഗ്രന്ഥശാലയിലെയും ഭാരവാഹികൾക്കും നല്ല രീതിയിൽ ശബ്ദവും വെളിച്ചവും നൽകിയ എസ് എൻ സൗണ്ടിന്റെ വ്യക്തികൾക്കും അന്താരാഷ്ട്ര പഠന കേന്ദ്രത്തിന്റെയും ലൈബ്രറിയുടെയും ഭാരവാഹികളുടെയും നന്ദിയും കൃതജ്ഞതയും ഈ അവസരത്തിൽ രേഖപ്പെടുത്തുന്നു. കൂട്ടത്തിൽ ശ്രീമതി രാജലക്ഷ്മിയുടെ ഓൺലൈൻ പഠന ക്ലാസ്സിൽപ്പെട്ട ഇവിടെ വന്നെത്തിയ കുട്ടികൾ മേഘ, അവന്തിക, അദ്വൈത്, അഹല്യൻ ഇവരുടെ സാന്നിധ്യവും പ്രകടനവും പ്രത്യേകം ശ്രദ്ധിക്കപ്പെടേണ്ടതാണ്. ഏവർക്കും പ്രത്യേകം നന്ദി അറിയിക്കുന്നു. നമ്മുടെ ഈ പരിപാടിയെ ഉൾപ്പെടുത്തിക്കൊണ്ട് ഒരു യൂട്യൂബ് ചാനൽ ആരംഭിച്ചിട്ടുണ്ട്. അത് 2ാം ദിവസം മുതൽ മാത്രമേ ലഭ്യമായിട്ടുള്ളൂ. 1ാം ദിവസത്തേത് അന്വേഷിച്ച് അതിനോട് ചേർക്കപ്പെടുന്നതാണെന്നും അറിയിക്കുന്നു. ഇതിനു വേണ്ട എല്ലാ സഹായ സഹകരണവും ചെയ്ത മുൻ ലൈബ്രറിയൻ ശ്രീ ഭജനെ ഈ വേളയിൽ ഞങ്ങൾ ഹൃദയം തുറന്ന് അനുമോദിക്കുന്നു. തുടർന്നും ഇത്തരം സഹകരണം പ്രതീക്ഷിക്കുന്നു. എല്ലാവർക്കും നന്ദി. സമ്പൂർണമായ റിപ്പോർട്ടാണ് നമ്മളിവിടെ അവതരിപ്പിച്ചത്. അടുത്തതായി ഉദ്ഘാടന കർമ്മം നിർവഹിക്കുന്നതിന് വേണ്ടി ശാന്തര സാറിനെ വളരെ ആദരവോടുകൂടി ക്ഷണിക്കുന്നു. ഒരു തീരുമാനം എടുത്തത് ആദ്യ സംഘടന ഇന്ത്യൻ കമ്പനി നിയമപ്രകാരമാണ് രജിസ്റ്റർ ചെയ്തത്. ഇതും ഇന്ത്യൻ കമ്പനി നിയമപ്രകാരമാണ് രജിസ്റ്റർ ചെയ്തത്. രജിസ്ട്രേഷൻ നടപടികൾ പൂർത്തിയാക്കുന്നതിന് വേണ്ടി ഗുരുതര എല്ലാ കാര്യങ്ങളും ഏർപ്പെടുത്തി. അതനുസരിച്ച് തൃശ്ശൂർ ബാറിലെ പ്രധാനപ്പെട്ട ഒരു അഡ്വക്കേറ്റ് അദ്ദേഹത്തിന്റെ ശിഷ്യനായി അദ്ദേഹമാണ് അതിൻ്റെ രേഖകളൊക്കെ തയ്യാറാക്കിയത്. അങ്ങനെ രേഖകളൊക്കെ തയ്യാറാക്കിയത് ശ്രീനാരായണ ധർമ്മസംഘം നിലയിൽ വന്നു. നമ്മുടെ ഇടയിലുള്ള ഒരു കാരണം ഈ സന്യാസി സംഘം എന്ന് പറയുന്നത് സർവസംഘ പരിത്യാഗികളായ സന്യാസിമാർ ആത്മീയ കാര്യങ്ങളിൽ ഗുരുദേവൻ പറഞ്ഞ കാര്യങ്ങൾ പ്രചരിപ്പിച്ചുകൊണ്ട് ആശ്രമങ്ങളിലും മഠങ്ങളിലും കഴിയുക. മറ്റുള്ള കാര്യങ്ങൾ ശ്രീനാരായണ ധർമ്മപുരോഗതിയോട് നടത്തും. വളരെ തെറ്റായ ഒരു സങ്കല്പമാണ്, അല്ലെങ്കിൽ നിരീക്ഷണമാണ്. ഈ 2 സംഘടനകളും ഒരേ രീതിയിൽ ആത്മീയവും ഭൗതികവുമായ കാര്യങ്ങൾ സമൂഹ നന്മ നിർത്തിയില്ലെങ്കിൽ രാഷ്ട്രധർമ്മ മുൻനിർത്തി പ്രവർത്തിക്കണം എന്നാണ് ഗുരുദേവൻ ആഹ്വാനം ചെയ്തിട്ടുള്ളത്. ഈ ശ്രീനാരായണ ധർമ്മസംഘം സർവസംഘ പരിത്യാഗികളാണ് നയിക്കേണ്ടതെങ്കിൽ 1959 അത് ഒരു പബ്ലിക് ട്രസ്റ്റായി മാറി. സന്യാസിമാരുടെ ഉണ്ടായിരുന്ന ചില അഭിപ്രായ വ്യത്യാസങ്ങൾ കോടതിയിൽ പോവുകയും കോടതി അത് പബ്ലിക് ട്രസ്റ്റാക്കി മാറ്റുകയും ചെയ്തു. അപ്പോഴും ഒരു കാര്യം വ്യക്തമാക്കി, അതിന്റെ അംഗങ്ങളെന്ന് പറയുന്നത് സന്യാസിമാർ മാത്രമായിരിക്കും. 95 വീണ്ടും ചില പ്രശ്നങ്ങളൊക്കെ വന്നു. 97
കേരള നിയമസഭയിൽ പാസ്സാക്കിയ ഒരു നിയമം അനുസരിച്ച് അത് ഏറ്റെടുത്തിട്ട് ഒരു അഡ്മിനിസ്ട്രേറ്റർ നിയമിച്ചു. അഡ്മിനിസ്ട്രേറ്റീവ് പ്രസിഡന്റിന്റെയും സെക്രട്ടറിയുടെയും ട്രഷററുടെയും ഒക്കെ അധികാരം, ബോർഡിന്റെയൊക്കെ അധികാരം ഒറ്റ വ്യക്തിയിൽ കേന്ദ്രീകരിച്ചു. അതായത് പണ്ട് ഒരു പറഞ്ഞ മഠാധിപതിക്ക് അതായത് തരത്തിലുള്ള അധികാരം. ഗുരുദേവ ഭക്തനായ എനിക്ക് ആണ് അഡ്മിനിസ്ട്രേറ്റർ ആകാൻ ഭാഗ്യം ലഭിച്ചത്. പക്ഷേ ഈ സന്യാസി അല്ലാതെ ഈ സന്യാസി സംഘത്തിനെ നയിക്കാനും 2 തീർത്ഥാടനങ്ങൾ നടത്താനും സർവ്വ സമ്മേളനത്തിന്റെ പ്ലാറ്റിനം ജൂബിലി ആഘോഷങ്ങൾ നടത്താനും വൈദ്യസിദ്ധാഗ്രഹത്തിന്റെ പ്ലാറ്റിനം ജൂബിലി ആഘോഷങ്ങൾ നടത്താനും ഒക്കെയുള്ള മഹാഭാഗ്യം എനിക്ക് സൂചിച്ചിട്ടുണ്ട്. കേരള സർവകലാശാലയിലെ കൊമേഴ്സ് വിഭാഗത്തിന്റെ പ്രൊഫസറും ഡീനൊക്കെ ആയിരിക്കുമ്പോഴാണ് ഞാൻ അങ്ങനെ ഒരു പദവിയിലേക്ക് സർക്കാർ ക്ഷണിച്ചതനുസരിച്ച് പോയത്. അതിന്റെ ഒരു മഹാഭാഗ്യമായി കരുതുന്നു. കാരണം ഞാൻ അടിസ്ഥാനപരമായ ഒരു സാമൂഹ്യ ഗവേഷകനാണ്. ഗുരുദേവ കൃതികളെ കുറിച്ചും എനിക്ക് ചില കാര്യങ്ങൾ ഞാൻ ഇതിന്റെ കൂടുതൽ പറയുന്നതിന് വേണ്ടി പുറപ്പെടുന്നു. ഗുരുദേവ കൃതികൾ പഠിക്കാനും പിന്നെ മോഹൻ ഇവിടെ സുബ്രഹ്മണ്യ കീർത്തനം കൈകൊട്ടൻ തന്നെ കണ്ടു വന്നപ്പോഴേ സുബ്രഹ്മണ്യ കീർത്തനം ഇവിടെ കാണാതെ ചൊല്ലി ഒരു നല്ല കാര്യമായി പറഞ്ഞു. എനിക്ക് അന്നേരം വളരെ സന്തോഷം തോന്നിയിട്ട് ഒരു ഭംഗിയായിട്ടായിരിക്കും അവതരിപ്പിച്ചത്. ഇങ്ങനെ കഷ്ടനിലാപം നീങ്ങി ദിനനിർദ്ദയം ചെയ്ത് ചന്ദ്രൻ മറഞ്ഞ് തട്ടിപ്പെരുക്കി ജോലിയിലാക്കിയിട്ട് കഷ്ടം നീളം പിടിച്ച മതിനെ നീക്കി പിടിച്ച് കിടക്കുന്നവർക്ക് തിഷ്ടോത്തിഷ്ടം അധികം ഒഴിവാൻ കാലമായി പറഞ്ഞപ്പോൾ വെറുതെ കൊല്ലിയതല്ല. ഗുരുവിന്റെ ആ പ്രാർത്ഥന എന്താണെന്നറിയോ? എല്ലാവരും സൂര്യോദയം ഉണ്ടായി അവരവരുടെ പ്രവൃത്തികളിൽ വ്യാപൃതരാകുമ്പോൾ അങ്ങ് നോക്കിയ സുബ്രഹ്മണ്യനോട് ഞാൻ ചെയ്യണം. അങ്ങനെ എല്ലാവരും ഇങ്ങനെ പോകുമ്പോൾ നോക്കിയേ എന്റെ കൂടെ ഉള്ളവർ ഒരു മതിലയൊക്കെ കുടിച്ച് മുതൽപ്പത്തിലായി കിടന്നുറങ്ങുകയാണ്. നേരം പുലർന്നത് പോലും അറിഞ്ഞില്ല. അവരൊന്ന് പൊക്കിക്കൊണ്ട് വരാൻ എന്നെ ഒന്ന് അനുഗ്രഹിക്കണേ. അങ്ങനെ ഞാൻ എന്റെ അർത്ഥം കൊടുത്താണ് മോഹൻ നിർമ്മാനിക്കുന്നത്. മോഹന്റെ പുസ്തകത്തിൽ ഞാനാണ് അവതാരികരിച്ചിരിക്കുന്നത്. എനിക്ക് കൊല്ലത്തരെ പറ്റി നല്ലോണം അറിയാം. ഇവിടുത്തെ ഒരെണ്ണമുണ്ട്. കൊല്ലത്തരയിൽ 1893 ഇഷ്ടകർമ്മം നടത്തിയതിനു ശേഷം കിട്ടിയപ്പോൾ 7ാമത്തെ ശ്ലോകം നിങ്ങൾ നോക്കിയേ. ദാരിദ്ര്യ മഹാദുഃഖം അണിഞ്ഞിടുന്നതിൽ ദൂരത്തെ കല്യാണം മതമെന്നും ചെയ്യാം ചാരത്ത് വസിപ്പാൻ ഒരു ഭാഗ്യം വരണം ശ്രീ കോലത്തുകര കോവിൽ വാഴും ഭഗവാനെ. ഞാൻ എന്റെ അർത്ഥം പിന്നെ പറയാം. അർത്ഥമല്ല, ഒറ്റ വാക്ക് മാത്രം. ദാരിദ്ര്യ മഹാദുഃഖം എന്ന് പറഞ്ഞാൽ എന്താണ്? അത് ഗുരു പറഞ്ഞ വാക്കുകളിൽ പറയും. ഞാനിത് പറഞ്ഞത് ഒരു നൂറ്റാണ്ട് കഴിഞ്ഞ് 21ാം നൂറ്റാണ്ടിൽ വന്നു. 21ാം നൂറ്റാണ്ട് ഗുരുവിന്റെ നൂറ്റാണ്ടാണ്. ഒന്ന് ശ്രദ്ധിക്കാൻ പറയുന്നത്. പറഞ്ഞ ഉടനെ തന്നെ ഞാൻ കാർത്തികനാഥന്റെ പ്രസംഗം കേട്ട് വൈദ്യസിദ്ധാന്തത്തിൽ കേട്ട, അല്ലെങ്കിൽ ഞാൻ ഉടനെ തന്നെ ബാലകൃഷ്ണൻ നായരുടെ ബുക്ക് വായിച്ചാൽ പറഞ്ഞത് എന്നൊക്കെ പറയുന്നത് നിർത്ത്. നിങ്ങൾ പുതിയ കാലം വന്ന് നിങ്ങൾ എന്നൊക്കെ ഒന്ന് പഠിക്കും. ടി ഭാസ്കരൻ എന്ന് പറഞ്ഞ കേരള യൂണിവേഴ്സിറ്റി പ്രൊഫസറായിട്ടുള്ള ഒരാള് ഗുരുദേവന്റെ വ്യാഖ്യാനം, ആദ്യം ഗുരുദേവന്റെ വ്യാഖ്യാനം നടത്തിയത് വളരെ ഗംഭീരമാണ്. എന്താണെന്നറിയോ? അതിന്റെ വാക്കർത്ഥം മാത്രമേ പഠിച്ചിട്ടുള്ളൂ. മാതൃഭൂമിയാണ് പുസ്തകത്തിലുള്ളത്. അതൊക്കെ നോക്കി നമ്മളങ്ങോട്ട് പഠിച്ചിട്ട് നമ്മൾ ഗുരുവിനെ പറ്റി അങ്ങോട്ട് ചിന്തിക്കുക. എന്തിനും എന്തൊക്കെ വ്യാഖ്യാനങ്ങൾ കൊടുക്കാം. അതല്ലാതെ പഴയതുപോലെ ഇങ്ങോട്ട് വന്ന ആത്മോദേശം കേട്ടോ അറിവിൽ ഒന്നിഞ്ഞിരുന്നുകൊണ്ട് ഗുരുവിൽ വെത്ത് പിന്നെ ഒന്നും കിട്ടിയില്ല. അവസാനം നോക്കി അപർന്നിടേണം. അങ്ങനെ അറിവ് അമൃതയിടണം എന്നൊക്കെ ഇതൊക്കെ കാര്യങ്ങൾ നിർത്തിയിട്ട് നമ്മളൊന്ന് ഗൗരവത്തിലേക്ക് ഗുരുവിനെ ഒന്ന് കാണുക. ഒരു ഉദാഹരണം അത് പറയുമ്പോഴത്തേക്ക് മനസ്സിലാവും. 4 വേദങ്ങളുണ്ട്. 1155 വരുന്ന ഉപനിഷത്തുകളും 18 പുരാണങ്ങളും ക്രോഡീകരിച്ചുകൊണ്ട് 3000 വർഷം മുമ്പ് വേദവ്യാസൻ അല്ലെങ്കിൽ വേദവ്യാസം എന്ന് കരുതുകയാണ്. വാദാരായണ മുനി വളരെ ആശ്രമത്തിൽ ജീവിച്ച ഗുരു എന്നുള്ള നിലയിൽ അത് വാദരായണൻ എന്ന് പറയുന്ന വേദവ്യാസനാണെന്ന് കരുതുന്നു. ഒരു സൂത്രം എഴുതിയിട്ടുണ്ട്, ബ്രഹ്മസൂത്രം. ബ്രഹ്മസൂത്രം എന്ന് പറഞ്ഞാൽ ഇപ്പൊ ഞാൻ മാത്തമാറ്റിക്സ് ക്ലാസ്സിൽ നമ്മുടെ സ്കൂളിൽ പഠിച്ചിട്ടുണ്ട്. പയ്യാർ സ്ക്വയർ. അങ്ങനെ കേട്ടാൽ നമുക്ക് മനസ്സിലാകത്തില്ല. അത് വിശദീകരിച്ചെങ്കിൽ എന്താണെന്ന് അറിയും.
അതേപോലെ സൂത്രം എന്ന് പറഞ്ഞാൽ ചെറിയ ചെറിയ വാക്കുകൾ ഉപയോഗിക്കും, വലിയ അർത്ഥമല്ല. ശ്രദ്ധിക്കല്ലേ, 555 സൂത്രങ്ങളിലായി പദാരണ മുനി ബ്രഹ്മസൂത്രം എന്ന് പറയുന്ന ഒരു കൃതികളിലൂടെ 4 വേദങ്ങളിലും ധാരാളം ആയിരക്കണക്കിന് ഉപനിഷത്തുകളിലും 18 പുരാണങ്ങളിലുള്ള സത്ത എഴുതി വെച്ചിട്ടുണ്ട്. പിന്നെ എല്ലാവർക്കും എളുപ്പമായി പലരും ഈ ബ്രഹ്മസൂത്രത്തിന് നന്നായി കേൾക്കണേ, ആരാണ് എൻ്റെ ഗുരു നിങ്ങളെ പരിചയപ്പെടുത്തുക, നിങ്ങളിത് കൂടുതൽ പഠിക്കേണ്ടതിനെ പറ്റി പറയുകയാണ്. അത് അങ്ങനെയുള്ള ഒരു ഗുരു അല്ല. ഈ ബ്രഹ്മസൂത്രം ശങ്കരാചാര്യരുടെ കാലം വന്നപ്പോഴേ ശങ്കരാചാര്യൻ ബ്രഹ്മസൂത്രത്തിന് ഒരു പരിഭാഷ എഴുതി. നിങ്ങൾക്ക് അരികമ്പാദേശത്തിൽ കാണാം, ഒരു വളരെ വേഗത്തില് സരളാദ്യ ഭാഷകാരൻ ഈ ഗുരു അനുകമ്പാണ്ടവൻ എന്ന് പറയുന്നുണ്ട്. അവിടെ ഗുരു സമ്മതിക്കുന്നെങ്കിലും ശങ്കരന്റെ ബ്രഹ്മസൂത്രം വന്നതോടെ വന്നൊരു പ്രശ്നം, ഗുരുവിന്റെ വാക്കുകൾ തന്നെയാണ് ഉപയോഗിക്കുകയാണ്. ശങ്കരൻ ജാതി സ്ഥാപിക്കുന്നതിന് വേണ്ടി പറന്നു കളിച്ചിട്ടുണ്ട്. ശങ്കരൻ വലിയ ആളായിരിക്കും. ആ ബ്രഹ്മസൂത്രത്തിന്റെ പരിഭാഷത്തിൽ വന്ന തകരാറ്, അവിടെ മായാസൃഷ്ടമാണ് കാര്യങ്ങളെന്നൊക്കെ പറയുകയും വർണ്ണവ്യവസ്ഥ സ്ഥാപിക്കുന്നതിന് വേണ്ടിയുള്ള ഒരു കഠിന പരിശ്രമവും നടന്നു. അവിടെയാണ് ഈ അവർണ ആശ്രമങ്ങളെ പറ്റിയൊക്കെ ഉള്ള ചിന്തകൾ വന്നത്. അത് പിന്നെ വന്നാൽ ശങ്കരാചാര്യരുടെ ആളുകൾ വേണ്ടുന്ന രീതിയിൽ മായം ചേർത്ത് വേണ്ടുന്ന രീതിയിലാക്കി. 3000 വർഷം കൊണ്ട് വന്നിട്ട് ഗുരു വെറുതെ ശങ്കരൻ പറന്ന് കളിച്ചെന്ന് പറയുക മാത്രമല്ല, ഒരു സൂത്രം എഴുതി. അതെ, 3000 വർഷത്തെ ചരിത്രത്തില് ഇന്ത്യയില് ഒരൊറ്റ ഗുരു മാത്രമേ, ഒരൊറ്റ ആള് മാത്രമേ സൂത്രരചനയ്ക്ക് പോയുള്ളൂ. ആ സൂത്രത്തിന്റെ പേര് വേദാന്ത സൂത്രം എന്നാണ്. ഈ 555 സൂത്രങ്ങളില് ഉള്ള കാര്യങ്ങളില് കാച്ചിക്കുറുക്കി ജാതി ചിന്തയോ മതചിന്തയോ ഭേദചിന്തയോ ഇല്ലാതെ 24 സൂത്രങ്ങളിലായിട്ട് വേദാന്ത സൂത്രം എഴുതിയിട്ടുണ്ട്. നിങ്ങൾ വിശ്വസിക്കുക, ഇത്രയും നാളായിട്ട് ഒരു മുനിനാരായണ പ്രസാദ് അല്ലാതെ ആർക്കും ഇത് ചിന്തിക്കാൻ കഴിഞ്ഞിട്ടില്ല. ബാലകൃഷ്ണനാരുടെ അല്ലെങ്കിൽ MS ശാസ്ത്രിയുടെ ഒക്കെ വ്യാഖ്യാനങ്ങൾ നിങ്ങൾ എടുത്തു നോക്കുക, അവിടെ എങ്ങും തൊടാതെ പോകും. വേദാന്ത സൂത്രവും എഴുതി. ഇപ്പോഴേ മുനിനാരായണ പ്രസാദ് വേദിയോട് വരുന്നതാണ് എഴുതിയത്. പക്ഷെ അദ്ദേഹം പറഞ്ഞ് എനിക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല, കാരണം ഓരോ സൂത്രവും നൂറുകണക്കിന് ആയിരക്കണക്കിന് പേജുകളിലാണ്. ഗുരു എഴുതിയിരിക്കുന്നതിന് ഗുരുമുഖത്തു നിന്ന് നോക്കി പഠിക്കത്തക്ക രീതിയിലാണ്, ഗുരുമുഖത്ത് കേട്ട് പഠിക്കത്തക്ക രീതിയിലാണ്. അത്ര വ്യാഖ്യാനങ്ങൾ വേണ്ടുന്നു. അത്ര മഹാനായ ഒരു ഗുരു 3000 വർഷത്തിനിടയ്ക്ക് ഇവിടെ ആരും എഴുതിയിട്ടില്ലാത്ത ഒരു കൃതി. ഒരു ഉദാഹരണം കൂടി ഞാൻ പറയാം. ഈ 19, 20 നൂറ്റാണ്ടുകൾ നിങ്ങൾ പരിശോധിച്ചാൽ നിങ്ങളുടെ പഠനം തുടങ്ങേണ്ടത് ഇങ്ങനെയായിരിക്കണം. ജ്ഞാനത്തിന് 4 ദിശകളുണ്ട്: ജ്ഞാനം, വിജ്ഞാനം, സജ്ഞാനം, പ്രജ്ഞാനം. ജ്ഞാനം, വിജ്ഞാനം, സജ്ഞാനം നേടിയിട്ടുള്ള ഒരുപാട് പേരെ നിങ്ങൾക്ക് കാണാനാവും. പക്ഷെ പ്രജ്ഞാനം നേടിയ 3 പേരെ മാത്രമേ ഇന്ത്യയിൽ നിന്ന് കാണാനാവൂ. ഒന്ന് ശ്രീരാമകൃഷ്ണ പരമഹംസൻ, 2 രമണ മഹർഷി, 3 ശ്രീനാരായണ ഗുരു. ഇവിടെയും വ്യത്യാസമുണ്ട്. ശ്രീനാരായണ ഗുരു സ്വാമി വിവേകാനന്ദനിലൂടെ ഈ കാര്യങ്ങൾ നടത്തിക്കൊണ്ടുപോകാൻ ഒരു ശ്രമം നടത്തി. പക്ഷേ അതിനൊരു തകരാറ് പറ്റി. ഈ ഇതിന് വിവേകാനന്ദൻ പറഞ്ഞ ഇങ്ങനെയാണ്: ഹിന്ദുമതക്കാരെ നിങ്ങൾ ശ്രദ്ധിക്കൂ, ഹിന്ദുമതത്തിലെ തത്വങ്ങൾ മാത്രം കൊണ്ട് നിന്നാൽ പോരാ, നിങ്ങൾ നവീകരിക്കണം. നവീകരിക്കുന്നതിനായി ബുദ്ധമതത്തിലെ ആശയങ്ങൾ കൂടി ഉൾക്കൊള്ളണം. ഞാൻ വെറുതെ പറയുന്നതല്ല, സർവോസമ്മേളനത്തിലെ സ്വാഗത പ്രസംഗം സത്യസ്വാമികൾ പറഞ്ഞത് നോക്കിയാൽ മതി. അങ്ങനെ പറഞ്ഞു നിർത്തിയിട്ട് അടുത്ത ഇതായിട്ട് രമണ മഹർഷി തിരുവണ്ണാമലയിലെ ഒരു അത്ഭുത തന്നെയാണ് സൃഷ്ടിച്ചത്. 10 സ്ക്വയർ മീറ്റർ. ഞാൻ കഴിഞ്ഞ മാസത്തിൽ അതിന്റെ ഒരു കാര്യങ്ങളൊക്കെ പഠിക്കാൻ വേണ്ടി ഞാൻ അവിടെ വരെ ഒന്ന് പോയി
അതൊന്ന് കണ്ടു നടന്ന് പഠിച്ചു. മലയിലല്ല, താഴത്തെ ഭാഗം. അവിടെ 10 സ്ക്വയർ കിലോമീറ്റർ ഉള്ളിൽ നിന്ന് മാത്രം സഞ്ചരിച്ച ഒരു സ്വാമി ലോക നേതാക്കളെ അവിടെ വരുത്തി. 16 വയസ്സിൽ വീട് വിട്ട ഒരാള് മുമ്പേ പറഞ്ഞാണൊക്കെ പ്രജ്ഞാനം നേടി, ജ്ഞാനത്തിന്റെ ബ്രഹ്മജ്ഞാനം എന്ന് പറയുന്നതിന്റെ പരമ കഷ്ടയിൽ നേടിയതിനു ശേഷം പ്രവർത്തിച്ചപ്പോഴ് അദ്ദേഹത്തിന് ലോക ഗുരുവാകാൻ പറ്റും. പക്ഷെ വന്നൊരു കാര്യം, അതിലും നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. ഗുരുദേവൻ ഒരിക്കൽ അവിടെ പളനിസ്വാമി എന്ന് പറഞ്ഞ ഇരുവരുടെയും തമ്മിലുള്ള അടുപ്പം കൊണ്ട് കാഞ്ചീപുരത്ത് വരുന്ന വഴിയാണ് അവിടെ ചെന്ന് താഴെ നിന്ന് ഗുരുദേവൻ നോക്കി സ്വാമി ഉണ്ടോ? സ്വാമിയില്ല. മുകളിലോട്ട് കയറണം, നല്ലോണം ഒന്ന് കയറി വടിയിടിച്ച് കയറി. പകുതി ചിലപ്പം രമണ മഹർഷി ഓടി വന്നപ്പോൾ രണ്ടുപേരും നോക്കി, രണ്ടുപേരും വേണ്ടിയില്ല. ആശ്രമത്തിൽ ചെന്ന് 2 വഴിക്ക് പോയി. 2 വഴിക്ക് പോയിട്ട് ഗുരു അവിടെ ഇരുന്ന ഒരു കൃതി രചിച്ചു. ആരെങ്കിലും പറയാം കൃതി എന്താണോ? നിർവൃത്തി പഞ്ചാകം. വേറെ പലതും പറയുന്നത് തെറ്റാണെന്ന് പറഞ്ഞാൽ നിർവൃത്തി പഞ്ചാകം അതിൽ നിന്ന് എഴുതിയിട്ട് വേറെ ആളുടെ കൊടുത്തുവിട്ട് ഈ രമണ മഹർഷി വായിച്ചു കേൾപ്പിച്ചു. സത്യത്തില 3-ാമത്തെ ശ്ലോകം കഴിഞ്ഞപ്പോൾ രമണ മഹർഷി അന്ന് തുള്ളി പാടി ഡാൻസ് ചെയ്തു. അവരെല്ലാം തിരിച്ചോർ അവരുടെ വീഡിയോ എന്നാണ് പാടിയത്. ഇറങ്ങിപ്പോരുന്നത് അവിടെ കൊണ്ട് തീരുന്നില്ല. അതിനിടയ്ക്ക് തിയോസോഫിക്കൽ സൊസൈറ്റിയിലെ ആനി ബെസന്റിനോടൊപ്പം പ്രവർത്തിക്കാൻ ഒരു മാഞ്ചസ്റ്ററിലെ ഒരു വലിയ ടെക്സ്റ്റൈൽ മില്ലിന്റെ ഉടമസ്ഥന്റെ മകനെത്തി. അദ്ദേഹം ഇവിടെ എത്തിക്കഴിഞ്ഞപ്പോൾ ആനി ബെസന്റ് പറഞ്ഞു, ഈ ഒരു കാര്യം ചെയ്യും, ഇന്ത്യയിൽ മുഴുവൻ നടന്ന ഈ സന്യാസിമാരെ പറ്റി, ഹിന്ദുമതത്തെ പറ്റിയൊക്കെ പഠിക്കുക. അദ്ദേഹം രമണ മഹർഷി ഒന്ന് കണ്ടു. രമണ മഹർഷി പറഞ്ഞു, നിങ്ങൾ പറയുന്നത് കേട്ടിട്ട് എനിക്ക് നിങ്ങൾക്ക് പറഞ്ഞു തരാൻ പറ്റില്ല. നിങ്ങൾ ശിവഗിരി, മലയാളത്തിൽ ശിവഗിരിയിൽ പോയാൽ അവിടെ ഒരു സ്വാമിയെ കാണാം. അദ്ദേഹത്തിൻ്റെ അടുത്ത് ചോദിച്ചാൽ എല്ലാ കാര്യങ്ങളും കൃത്യമായി പറയും. അവരെല്ലാം തിരിച്ചോ എന്നുള്ള രീതിയിൽ പറയും. അത്ര കാര്യമായി സായപ്പെടുത്തില്ല. സായപ്പെന്നാലും തലശ്ശേരിയിൽ തിയോസോഫിക്കൽ സൊസൈറ്റിയുടെ ഒരു യോഗം കഴിഞ്ഞിട്ട് മടങ്ങുന്ന വഴിക്ക് ആലുവയിൽ സ്വാമി ഉണ്ടെന്നാണ്. അങ്ങനെ ആലുവയിലെത്തി ഇവർ തമ്മിൽ കണ്ട് കാര്യങ്ങളെല്ലാം പറഞ്ഞു. സ്വാമി പറഞ്ഞു, ഞാൻ ഉടനെ ഒരു സർവ്വ സമ്മേളനം ഇവിടെ സംഘടിപ്പിക്കുന്നുണ്ട്, എനിക്ക് വേണമെങ്കിൽ അതിൽ പങ്കെടുത്തത്. സർവ്വ സമ്മേളനത്തിലൊക്കെ അതിൽ പങ്കെടുത്തു. സ്വാമി പറഞ്ഞു, ഞാനിനി പോകുന്നില്ല, ഞാൻ അങ്ങയുടെ ഒപ്പം കൂടുകയാണ്. ശരി, എനിക്ക് സന്യാസി ദീക്ഷ തരാം. എന്തായിരിക്കും എന്റെ സന്യാസി ആയിട്ടുള്ള പേര്? ഇപ്പോഴും നിന്റെ പേര് ഏണസ്കൃത്ത് എന്നാണ്. ഇത് നിന്റെ പേര് സ്വാമി ഏണസ്കൃത്ത് എന്നായിരിക്കും. എന്റെ വേഷം പാൻസും ഫോട്ടോ ആയിരിക്കും. അത് വായിക്കുകയും വേണ്ട, കാശായൊന്നും ഇവിടെയില്ല. അത് എവിടെ കൂടി ഒരു ഭയങ്കര ഡോക്യുമെന്റ് എഴുതിയിട്ടുണ്ട്. ഞാൻ അഡ്മിനിസ്ട്രേറ്ററായതുകൊണ്ട് എല്ലാ രേഖകളും എന്റെ ഉള്ളിൽ വരുന്നതുകൊണ്ട് ഇതൊക്കെ ഉണ്ടെന്ന് അറിയാമെങ്കിൽ ഞാൻ ഒരെണ്ണത്തിന്റെ ഒരു കോപ്പി സംഘടിപ്പിച്ചിട്ടുണ്ട്. അതായത് ശിവഗിരിയെ ഒരു അഗ്രികൾച്ചറൽ ഇൻഡസ്ട്രിയൽ യൂണിറ്റ് ആക്കാൻ വർദ്ധിപ്പിക്കുന്നതിനുള്ള ഒരു ശ്രമം നടത്തിയ നടരാജ ഗുരുവായിരുന്നു. നടരാജൻ മാസ്റ്റർ എന്നാണ്. നടരാജൻ മാസ്റ്റർ ആയിരിക്കും എന്റെ സെക്രട്ടറി ഗുരു പറഞ്ഞെഴുതിച്ച്. നടന്നിരുന്നെങ്കിൽ ലോകോത്തരമായ ഒരു റൂറൽ യൂണിവേഴ്സിറ്റി ഇന്ന് ശിവഗിരിയിലുണ്ടായത്. ഞാൻ ഈ ഗുരുവിനെ പറ്റി പറഞ്ഞ സ്ഥലത്തിന് നീന്തെടുക്കാം. ബാക്കി നിങ്ങൾ ചിന്തിക്കാൻ വേണ്ടിയാണ് ഞാൻ പറയുന്നത്. ഇതാണ് എന്റെ ഗുരു. ഞാൻ പറഞ്ഞു വന്നത്, ഈ 3 വീണ്ടും നിങ്ങൾ കിഴിച്ചാൽ ഒരാളെ ബാക്കിയുള്ളൂ. ആരാണ്? ശ്രീനാരായണ. 19-20 നൂറ്റാണ്ടില് സന്യാസി ശ്രേഷ്ഠരിൽ ഇന്ത്യയിൽ ഞാൻ 3 പേരുടെ ഒരു ഷോർട്ട് ലിസ്റ്റ് ഉണ്ടാക്കി. 3 പേരെ നിങ്ങളുടെ അടുത്ത് പറഞ്ഞു കഴിഞ്ഞാൽ ഒരാളിനെ മാത്രമേ നിങ്ങൾക്ക് ഇനി അവശേഷിക്കുന്നുള്ളൂ. അത് ശ്രീനാരായണ ഗുരു. അടുത്ത ഒരു കാര്യം, ഒരു 1888 അല്ലെങ്കിൽ 86 അരിപ്പുറത്തെത്തി 2 വർഷം പുള്ളി സംഘമൊക്കെ ഉണ്ടാക്കി. ഇവിടെ അരിപ്പുറം യോഗമൊക്കെ ഉണ്ടാക്കി. പിന്നെ പ്രതിഷ്ഠ നടത്തി 88. അത് കഴിഞ്ഞ് 40 വർഷക്കാലമാണ് പിന്നെ പ്രവർത്തനം നടത്തിയായിട്ട് നമുക്ക് രേഖകളും പറ്റുള്ളൂ. അക്കാലത്ത് ഇവിടെ സൂചിപ്പിച്ചതുപോലെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ ക്ലാസിഫിക്കാൻ സ്തോത്ര കൃതികൾ വേണോ, പ്രബോധന കൃതികൾ വേണോ, എന്തൊക്കെ വേണോ അതെല്ലാം ഉണ്ട്.
ഇതൊന്നും നമ്മൾ പഠിച്ചിട്ടില്ല എന്നുള്ളത് വളരെ സന്തോഷം. പഠിക്കാൻ ഉദ്ദേശിക്കുന്നില്ല എന്നുള്ളത് സ്പഷ്ടം. ആരെങ്കിലും ഒക്കെ ഒന്ന് കിടക്കുന്നത് വിട്ടുതരങ്ങൾ വിഴുങ്ങുന്നെന്നുള്ളത് വേറൊരു കഷ്ടം. അതെല്ലാം അങ്ങനെ പോട്ടെ. വിട്ടുതരങ്ങൾ ഉണ്ടോ എന്ന് പറയുന്നതിന് വേണ്ടിയാണ് ഞാൻ ചുമ്മാതിരം ജനനി നവരത്നമഞ്ജലി എന്റെ ബുദ്ധിയിൽ നിങ്ങളെടുത്ത് കേൾപ്പിക്കുന്നത്. അതല്ല, രണ്ടാം ഘട്ടത്തിലാണ് അതിലിപ്പുറം പ്രതിഷ്ഠ, ശ്രീനാരായണ ധർമ്മപരിപാലന യോഗത്തിന്റെ സ്ഥാപനം. അത് കഴിഞ്ഞിട്ട് ഗുരുവുണ്ട്. ആ ഗുരുവിനെ ഒരൊറ്റ രീതിയിൽ ഞാൻ അവതരിപ്പിക്കാം. രാഷ്ട്രപിതാവ് ശൗര്യം വരികയാണ്. നിങ്ങൾ വരുന്ന മാവിൽ എല്ലിരുന്നു അല്ലേ പിഴിയാൻ പോകുന്നത്, ഞാൻ പിഴിയാൻ പോകുന്നത് വേറെ കാര്യമാണ്. വന്ന് ഗുരുവിനെ കളിയാക്കുന്ന രീതിയിലാണ് തുടങ്ങിയത്. സന്യാസിയെ സംബന്ധിച്ചിടത്തോളം മഹാത്മാഗാന്ധി ഞാൻ തുടങ്ങിയിട്ടൊന്ന് ചോദിച്ചു. തത്വം ഇതാണ്: വർണ്ണാഭരണ വ്യവസ്ഥകള് ഈശ്വര സൃഷ്ടിയെന്നും ഒക്കെയുള്ള കാര്യം മാറ്റിയിട്ട് നമ്മുടെ ഗുരുവിനോട് ചോദിച്ച് ഈ ഒരു കാര്യം നിർത്ത്. പിന്നെ ഞാൻ അംഗീകരിക്കുന്ന നമുക്ക് ഈ താഴേക്കിടയിലുള്ളവരെ ഉയർത്തിക്കൊണ്ട് വരണം. അത് സമ്മതിച്ചു. അതിനു വേണ്ടി സ്വാമി നിങ്ങൾക്ക് നിർദ്ദേശം അവതരിപ്പിക്കാറുണ്ട്. ഇംഗ്ലീഷ് പ്രയോഗം പറഞ്ഞാൽ നിമിഷങ്ങൾക്ക് ആ ഉത്തരം വന്നു. എന്താണെന്നറിയോ? അവർക്ക് ധനവും വേണം, വിദ്യയും വേണം. ഇതൊരു വലിയ പ്രസംഗം, ഇതൊരു സംഭവമായി മാറിയതാണ്. ഇതിന്റെ അടിസ്ഥാനത്തിൽ പയ്യന്നൂരിലെ ജവഹർലാൽ നെഹ്റു എത്തിയപ്പോൾ ജവഹർലാൽ പറഞ്ഞു ഞങ്ങളുടെ കോൺഗ്രസിന്റെ നയം മാറ്റുകയാണ്. ഞങ്ങൾ മനസ്സിലാക്കി അടിച്ചമർത്തപ്പെട്ടവരുണ്ട്, അവരെ തുല്യരാക്കണമെങ്കിൽ വിദ്യയും ധനവും വേണം. ഇത് കേട്ടറിഞ്ഞ് അംബേദ്കർ ഇവിടെ എത്തി. അംബേദ്കർ എത്തിയപ്പോൾ അടുത്ത റെക്കോർഡുകളില്ല. 1938 കൊല്ലത്തുള്ള AK ഭാസ്കർ, TRP ഭാസ്കറിന്റെ അച്ഛൻ കൊണ്ടുവന്നു. ഗുരുവിനെ മനസ്സിലാക്കിയിട്ട് എങ്ങനെയാണ് ഈ പ്രിയാമ്പിളില് സ്ഥിതി സമത്വം എന്നൊരു കാര്യം വന്നെങ്കിൽ ഗുരുദേവ ദർശനത്തിന്റെ ഭാഗമാണ്. വളരെ വലിയൊരു വിഷയം പഠിക്കേണ്ടതാണ്. അടുത്ത ഒരു കാര്യം വരുന്നത്, ഈ ഘട്ടം കഴിഞ്ഞിട്ട് ഇതിന്റെ ഗുരു വിദ്യ കൊണ്ട് സ്വതന്ത്രമാകും എന്നുള്ളതിനെ മാറ്റി ധനം വിദ്യയാവുന്നു, വിദ്യ സേവനമാകും. സഹോദരൻ അയ്യപ്പനൊരു കത്തെഴുതി കൊടുക്കും. ഇതിന്റെ അടിസ്ഥാനം ഞാൻ പറഞ്ഞാൽ നീണ്ടുപോകും. അല്ലാതെ ഞാൻ പറഞ്ഞോണ്ട് എന്റെ തീ പറയണമല്ലോ. 1928 ധർമ്മസംഘം സ്ഥാപിച്ചതിന് ശേഷം ഗുരുവിന്റെ അടുത്ത് കുറച്ച് എന്നിട്ട് ഞങ്ങൾ തീർത്ഥാടനം നടത്തണമെന്ന് പറഞ്ഞു. കെട്ടിക്കെട്ടി ശബരിമല വിടാൻ പറഞ്ഞു, അല്ലെങ്കിൽ മഞ്ഞോട് അങ്ങ് കാശിയിലേക്ക് പോകാൻ പറഞ്ഞു. അതെല്ലാം നിങ്ങൾക്ക് അറിവ് നേടാനാണ് ഉദ്ദേശമെങ്കിൽ ശിവര് തീർത്ഥാടനം നടത്താം. ഞാൻ പറയുന്നത് നിങ്ങൾ കേൾക്കുമെങ്കിൽ 8 വിഷയം ഞാൻ പറയാം. ഞാൻ അതിന്റെ മുറ അനുസരിച്ച് പറയുമ്പോൾ നിങ്ങൾ കേൾക്കണം. ഏതെങ്കിലും പറയുന്ന കടന്നല്ല നോക്കണം. 1 വിദ്യാഭ്യാസം, 2 ശുചിത്വം, 3 സംഘടന, 4 ഈശ്വരഭക്തി, 5 കൃഷി, 6 കച്ചവടം. ഇന്നേവരെ നടത്തിയിട്ടില്ല കച്ചവടം. അത് കഴിഞ്ഞാല് കൈത്തൊഴിൽ, ശാസ്ത്ര സാങ്കേതിക പരിശീലനം. 8 വിഷയങ്ങളിൽ ഒരെണ്ണം മാത്രം ഈശ്വരഭക്തി. ഗുരുവിന്റെ അവസാന നാളുകൾ നമ്മളോട് പറയുക നടത്താൻ പറഞ്ഞിരിക്കുന്നത് കർമ്മസംഘത്തിന്റെ അടുത്തുമാണ്. അവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ ഗുരുവിനെ മുൻനിർത്തി നമുക്ക് ഭൗതിക ജീവിതം ധാർമ്മികത വിടാതെ നമുക്ക് ഓർക്കുന്നുണ്ടാവും. ആലുവായി വെച്ച് ഒരു വലിയൊരു സർവസമ്മേളനത്തെ പറ്റി ആലോചിക്കാനാണ്. അപ്പോൾ എല്ലാവരുടെ പറയുകയാണെങ്കിൽ സഹോദരനെ പറ്റി ഞങ്ങൾക്ക് ഒരു പരാതിയുണ്ട്. അങ്ങ് പറഞ്ഞ മഹത്തായ ഒരു ജാതി ഒരുമത ഒരു ദൈവം എന്ന് പറയുന്ന സന്ദേശത്തിന് ഈ അയ്യപ്പൻ തിരുത്തുകയാണ്. ജാതി വേണ്ട, മതം വേണ്ട, ദൈവം വേണ്ട, മനുഷ്യനും. ഗുരു പറഞ്ഞു അതും ശരി, പക്ഷെ അയ്യപ്പ മറക്കണ്ട, വേണം ധർമ്മം യഥോചിതം എന്ന് 3 തവണയാണ് പറഞ്ഞത്. ധാർമ്മികതയുടെ അടിസ്ഥാനത്തിൽ ഈശ്വര ചിന്തയോടെ നിങ്ങൾ നടത്തുക, നിങ്ങൾ മുന്നോട്ട് പോകുക എന്ന് പറഞ്ഞിട്ടില്ല. ഈ ഗുരുദേവ കൃതികളൊക്കെ പഠിക്കുന്ന അതേ ലാഭത്തോടെ ഗുരു നമ്മെ ഉപദേശിച്ച കൃഷി, കച്ചവടം, കൈത്തൊഴില് തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളിലും ശാസ്ത്ര സാങ്കേതിക പരിശീലനത്തിലൂടെ ആധുനിക കാലഘട്ടത്തിന് അനുയോജ്യമായ രീതിയിൽ പോകുന്നതിന് നിങ്ങൾക്കാകുമോ? എപ്പോഴും നമ്മൾ ഈ ദൈവദേശത്തിന് അങ്ങനെ കേൾക്കാൻ ഞാൻ എന്നെ ദൈവദേശത്തിനെ വ്യാഖ്യാനിക്കുമ്പോൾ ഞാനൊന്ന് മാറ്റുന്നത് അംഗവസ്ത്രാദി മുട്ടാതെ തന്നു രക്ഷിച്ച് ഞങ്ങളെ പറയുമ്പോൾ
അന്നം, വസ്ത്രം, ഇതൊക്കെ എനിക്ക് കിട്ടണം എന്നാണ് എന്റെ ഗുരു പറഞ്ഞതെന്ന് പറയുന്നത്. അത് ഇതൊക്കെ കൂടുതൽ വ്യാഖ്യാനിച്ച് പോകാതെ അതൊക്കെ നമ്മൾ വായിച്ച് നല്ലോണം ഇല്ല. നിങ്ങളുടെ ബുദ്ധിക്കനുസരിച്ച് അത് പോകുക. പക്ഷെ ഗുരു പറഞ്ഞ ആ തീർത്ഥാടന വിഷയങ്ങളില്ലേ, ഞാൻ ഇവിടെ പറഞ്ഞ ഞാൻ ഉൾപ്പെടെ പ്രതികൂട്ടിയിരുന്നുണ്ട്. എനിക്ക് അവസരം കിട്ടിയേക്കില്ല. കച്ചവടം എന്ന് പറയുന്ന ഒരു കാര്യത്തിനെ പറ്റി ഇന്നവരെ സുഗർ തീർത്ഥാടനത്തിലെ വിഷയം 8 വിഷയങ്ങളിലൊന്നായി ചർച്ച ചെയ്തിട്ടില്ല. കച്ചവടം. എന്നാൽ 1931 സെൻസസ് നോക്കിയ ഗുരുവിന്റെ ആഹ്വാനം അനുസരിച്ച് ഏറ്റവും കൂടുതൽ സമുദായത്തിൽപ്പെട്ടവർ ഏർപ്പെട്ടിരുന്നത് കച്ചവടത്തിലാണ്. ഇന്നും കച്ചവടത്തിലൂടെയാണ് മുന്നേറിക്കൊണ്ടിരിക്കുന്നത്. നിങ്ങൾ നന്ദി ഭവിക്കട്ടെ. ഗുരുദേവ അനുഗ്രഹം വേണ്ടുവോളം ഉണ്ടാവട്ടെ. ഇനി അവസരങ്ങളിൽ നമുക്ക് കാണാം. കൂടുതൽ സംസാരിക്കണം. സന്തോഷം. വേദിയിലും സദസ്സിലുമുള്ള പ്രമുഖ വ്യക്തികളെ, സഹോദരി സഹോദരന്മാരെ, സുഹൃത്തുക്കളെ, എൻ്റെ തൊണ്ട വലിയ കുഴപ്പമുണ്ട്, ജലദോഷം വെച്ചില്ല, ഞാൻ വരാൻ പറ്റില്ല എന്ന് പറഞ്ഞതാണ്. ഇപ്പൊ തന്നെ വന്നതിന് ശേഷം വളരെ പരിമിതമായ സമയം വിനിയോഗിക്കണം എന്ന് നമ്മുടെ സെക്രട്ടറി മുൻകാലത്തിൽ തന്നെ ജാമ്യം എടുപ്പിച്ചിരിക്കുകയാണ്. അതുകൊണ്ട് ഞാൻ മറ്റു വിഷയങ്ങളിലേക്കൊന്നും കടക്കുന്നില്ല. ചില വിഷയങ്ങളൊക്കെ നോട്ട് ചെയ്ത് പറയണമെന്നുണ്ടായിരുന്നു. അത് നമ്മുടെ ശതാബ്ദി ക്ഷേത്രത്തിന്റെ പൊതുക്കര ക്ഷേത്രത്തിന്റെ ശതാബ്ദിയോടനുബന്ധിച്ച് തന്നെ പ്രവർത്തിക്കുവാൻ തുടങ്ങിയ ആ കാലഘട്ടം മുതൽ നമ്മുടെ സാറുകളെയും ഒക്കെ അദ്ദേഹത്തിന്റെ പ്രഭാഷണങ്ങളെയൊക്കെ വളരെ സ്വാധീനിക്കാൻ എനിക്ക് സാധിച്ചിട്ടുണ്ട്. അദ്ദേഹത്തിന് എന്റെ അത്ര പരിചയമില്ല. പക്ഷെ ഈ ശതാബ്ദി ആഘോഷ വേളയിൽ പറഞ്ഞ കോലക്കര ക്ഷേത്ര ക്ഷേത്രത്തിന്റെ പ്രതിഷ്ഠാ വാർഷികത്തിന്റെ 3ാം വാർഷികത്തിൽ മുതൽ അദ്ദേഹം നമ്മുടെ കോലക്കരയിൽ ഉണ്ടായിരുന്നു. പിന്നെ ശ്രീവാനൻ സാറ്, ഇവരെല്ലാം നല്ല രീതിയിൽ അദ്ദേഹം പല തിരുവണ്ണാമലയുടെ കാര്യങ്ങളും ഒക്കെ രമണ മഹർഷി ഗുരുദേവൻ ആദ്യമായി അങ്ങോട്ട് പോയി കണ്ടത് ഈ ലോകത്തിൽ ആദ്യമായി ഒരേ ഒരു മഹർഷി വര്യനാണ്. അത് അദ്ദേഹം ഇവിടെ സൂചിപ്പിച്ച തിരുവണ്ണാമലയുടെ രമണ മഹർഷി ആണ്. അദ്ദേഹം അത്ര അറിവുള്ള ആ രമണ മഹർഷിയെ കുറിച്ച് പറയുവാൻ എനിക്ക് ആഗ്രഹമുണ്ട്. അദ്ദേഹമാണ് ഗുരുദേവൻ സമാധിയാകുന്നതിന് മുമ്പ് 1900 ഗുരുദേവൻ സമാധിയാകുന്നതിന് മുൻപ് 2 ആഴ്ചകൾക്ക് മുമ്പ് അദ്ദേഹം ഉച്ചസ്വാമി എന്ന് പറയുന്ന അദ്ദേഹത്തിന്റെ ശിഷ്യനെ ഇവിടെ ശിവഗിരിയിലേക്ക് വിട്ടു. മറ്റ് 2 സന്യാസിമാരും കൂടെ ചേർന്നാണ് സമാധി ഇരുത്തിയത്. കന്നി അഞ്ചങ്ങൾ എന്ന് പറയുന്നെങ്കിലും 5, 6, 7 ദിവസം 7ാം ദിവസമാണ് ശരിയായ സമാധി കഴിഞ്ഞത്. അങ്ങനെയുള്ള അതിനെക്കുറിച്ചെല്ലാം അദ്ദേഹം പ്രതിപാദിക്കുകയും എനിക്ക് അങ്ങോട്ട് കൂടുതൽ സംസാരിക്കാൻ കഴിയില്ല. 3 മിനിറ്റാണ് പറഞ്ഞിരിക്കുന്നത്. അങ്ങനെ പറയുകയാണെങ്കിൽ വളരെ കാര്യങ്ങൾ എനിക്ക് പറയാനുണ്ട്. ഭഗവാൻ ശ്രീനാരായണ ഗുരുദേവൻ 1888 അയ്യപ്പ പ്രതിഷ്ഠ. 33ാമത്തെ വയസ്സ്. 1856. നമ്മുടെ ഇത് പറയുന്നത് ഈ കുട്ടികളെ ഇതെല്ലാം മനസ്സിലാക്കിയിരിക്കും. യേശുദേവൻ എന്ന് ജനിച്ചെന്ന് ചോദിച്ചാൽ അത് കൃത്യമായി അവരുടെ കുടുംബാംഗങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുകയും കുട്ടികൾ പറയുകയും ചെയ്യും. സമാധി ദിവസം എന്ന് ചോദിച്ചാൽ കൃത്യമായി അത് പറയും. നമ്മുടെ കുട്ടികളെ പഠിപ്പിക്കണം. പിന്നെ നമ്മളെ കുട്ടികളെ പഠിപ്പിക്കേണ്ടത് ഈ ഇന്ന് ഇവിടെ ക്ലാസ് എടുത്ത മലയാളപ്പുഴ അവർ ക്ലാസ് എടുത്തത് ദേവി പ്രമാണം, ദേവി അഷ്ടകം. ഇത് നമ്മുടെ കുട്ടികൾക്ക് വിദ്യാഭ്യാസ സമ്പന്നത ഉണ്ടാകുന്നതിന് വേണ്ടി നമ്മുടെ കുട്ടികളെ എല്ലാ ദിവസവും ചൊല്ലിക്കും. ഇത് മന്ത്രങ്ങളാണ്, വെറും ശ്ലോകങ്ങളല്ല, ഗുരുദേവ കൃതികളല്ല, മന്ത്രങ്ങളാണ്. ഇത് വ്യക്തമായി നമ്മുടെ കുട്ടികളെ പഠിപ്പിക്കണം. ഗുരുദേവൻ എഴുതിയ 3 കൃതികൾ എല്ലാ ദിവസവും നമ്മളെ കുട്ടികളെ കൊണ്ട് ചൊല്ലിച്ചാൽ അവർക്ക് ബുദ്ധിയും ശക്തിയും എല്ലാം ഉണ്ടാവും. രോഗാദികൾ ഒഴിവാകും. രോഗാദികളൊക്കെ 12 അഷ്ടം ചൊല്ലിയാൽ രോഗാദികൾ ഒഴിവാകും. ഇത് തന്നെ
എന്നിട്ട് അതിന്റെ 9ാമത്തെ ശ്ലോകത്തിൽ ചൊല്ലിയിട്ടുണ്ട്. അങ്ങനെയുള്ള അപ്പൊ പിന്നെ എന്നെ ആരാ പറയണ്ടായിരുന്നു, മനസ്സിലായില്ലേ? നമ്മളെ എനിക്ക് സുഖമില്ല വന്നാലേ പറ്റുള്ളൂ എന്ന് നമ്മുടെ സെക്രട്ടറി ശ്രീ രാജീവ് അവർ നിർബന്ധിച്ചത് കൊണ്ട് മാത്രമാണ് ഞാൻ ഇവിടെ വന്നത്. എനിക്ക് അത്ര പോരാ, എങ്കിലും സംസാരിക്കാൻ പോവില്ല, പോരാ എങ്കിലും ഞാനിത് പറയാതെ പോകുന്നത് എന്റെ മനസ്സിന് അതൃപ്തി ഉണ്ടാക്കും എന്നുള്ളത് കൊണ്ടാണ്. ആഗ്രഹേഷ്ടകൻ ഇത് നമ്മുടെ കുട്ടികളെ പഠിക്കുന്നു. ഇവിടെ ഈ 25 ദിവസക്കാലം ഗുരുദേവരെ കുറിച്ച് പഠന ക്ലാസ് നടത്തിയ ഈ 2 വർഷങ്ങളായി തുടർച്ചയായി 1 മാസക്കാലം, കഴിഞ്ഞ വർഷം 1 മാസക്കാലം ഉണ്ടായിരുന്നതാണ് എന്റെ ഓർമ്മ. എനിക്ക് പല ദിവസങ്ങളിലും അറ്റൻഡ് ചെയ്യാൻ കഴിഞ്ഞു. ഈ പ്രാവശ്യം ഞാൻ ഇന്നാണ് വന്നത്. അതില് ദേവി ഭദ്രകാളി അഷ്ടകം, ദേവി പ്രണാമ, ദേവി അഷ്ടകത്തിന്റെ 2 ശ്ലോകങ്ങളാണ് എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത്. അതിൽ തന്നെ എല്ലാം കുട്ടികളെ കുറിച്ചുള്ള വിദ്യാഭ്യാസത്തിന്റെയും ദൈവ ചൈതന്യത്തിന്റെയും എല്ലാം പ്രകല്പനയെ കുറിച്ച് വിളിച്ചോതുകയും അത് നമ്മളെ ബോധ്യപ്പെടുത്തുകയും ചെയ്യും. അതിന് എനിക്ക് വളരെ ഒരു പഠിതാവെന്നുള്ള നിലയിൽ ശ്രീനാരായണ ഗുരുദേവ കൃതികളുടെ ഒരു പഠിതാവ് മാത്രമാണ് ഞാൻ ഒരു വിദ്യാർത്ഥി എന്ന നിലയിൽ എനിക്ക് വളരെ സന്തോഷമുണ്ട്. ഞാൻ മറ്റു കാര്യങ്ങളിലേക്കൊന്നും കടക്കുന്നില്ല, പറയുകയാണെങ്കിൽ ഒരുപാട് കാര്യങ്ങളുണ്ട്. എനിക്ക് നിങ്ങളുടെ എല്ലാവരുടെയും പ്രശംസ ഈ പഠന ക്ലാസ്സിൽ ഉണ്ടാകണം എന്ന് മാത്രം അഭ്യർത്ഥിച്ചുകൊണ്ട് ഇത് നടത്തിയ എല്ലാവരുടെയും ഭാരവാഹികളുടെയും മറ്റെല്ലാം അവരുടെ എല്ലാം പ്രോത്സാഹനം കൊടുക്കണം എന്ന് അഭ്യർത്ഥിച്ചുകൊണ്ടും എല്ലാവിധ ആശംസകളും നേർന്നുകൊണ്ട് ഗുരുദേവനാമത്തിൽ നിർത്തുന്നു. നമസ്കാരം. ബഹുമാനപ്പെട്ട വേദിയിലും സദസ്സിലിരിക്കുന്ന എല്ലാവർക്കും എൻ്റെ നമസ്കാരം. ഈ 32 ദിവസവും ഗുരുദേവനെ കുറിച്ച് വളരെ വിശദമായ പ്രഭാഷണങ്ങൾ കേട്ട് നിങ്ങളെല്ലാം ഗുരുദേവനെ വേണ്ടവണ്ണം അറിഞ്ഞ ആൾക്കാരാണ്. അപ്പൊ അതുകൊണ്ട് നിങ്ങൾ വിലയിരുത്തുക ഗുരുദേവൻ ആരാണ്. ഗുരുദേവൻ ഇത്രേ എനിക്ക് പറയാനുള്ളൂ. ഈ 32 ദിവസത്തെ ക്ലാസ്സിൽ ഗുരുദേവൻ ആരാണ് എന്ന് നിങ്ങൾ ഇവിടെ പല ഗുരുദേവൻ ഇന്ന ആളാണ് ഇന്നതല്ല എന്നൊക്കെയുള്ള ചർച്ചകൾ വന്നതുകൊണ്ട് നിങ്ങൾ സ്വമേധയാ തീരുമാനിക്കുക ഗുരുദേവൻ ആരാണ്. എൻ്റെ അഭിപ്രായത്തിൽ സാക്ഷാൽ ഈശ്വരൻ. നമ്മൾ നേരത്തെ ഒരു ഭദ്രകാളി അഷ്ടകം ഓടിച്ച് കേട്ട് അവസാനം എല്ലാവർക്കും നമ്മളെ കേൾക്കണമെന്ന് ആഗ്രഹം പ്രകടിപ്പിച്ച് ഞാൻ ക്ഷണിച്ചു. എന്ത് പറയുന്നു? ഇത്രയും സർട്ടിഫിക്കറ്റ് കൊടുക്കണ്ടേ? മുളക് കൊടുക്കുന്നില്ലെങ്കിലും പോവും. കൊച്ചിനെ വിടും. സർട്ടിഫിക്കറ്റ് പിന്നെ മേടിച്ചോളൂ. ഈ കഴിഞ്ഞ ഒരു ദിവസം നമ്മളെല്ലാം കോരിത്തരിപ്പിച്ചുകൊണ്ട് ഇവിടെ എനിക്ക് എന്നെ സംബന്ധിച്ചിടത്തോളം ഇന്നുവരെയും ഞാൻ പറഞ്ഞുകൂടാ. ആത്മോപദേശാതകൻ 15ഓളം പദ്യം കുട്ടി കാണാതെ ഈ സ്ത്രീയുടെ നിന്ന് പാടി. പക്ഷെ അത് അർത്ഥം അറിയുന്ന സമയത്ത് ആകുമ്പോൾ അർത്ഥം അറിഞ്ഞോളൂ. പക്ഷെ അതിലോട്ട് വരാൻ ഇത് പഠിച്ചെടുക്കാനുള്ള ഒരു താല്പര്യം കുട്ടിയിലുണ്ടായത് അതൊരു ഭാഗ്യമായി കരുതിക്കൊണ്ട് അത് തുടർന്നുകൊണ്ടുകൊണ്ട് ബാക്കി പദ്യങ്ങളിലൂടെ പഠിപ്പിക്കാൻ നിങ്ങൾ രക്ഷാകർത്താക്കളായിട്ടുള്ളവർ ശ്രമിക്കുകയും അടുത്ത വർഷം കുറെ കൂടെ ഭംഗിയായിട്ട് വരാനുള്ള ഒരു അനുഗ്രഹം ഗുരുദേവൻ്റെ കിട്ടിയിട്ടുണ്ട്. അതിന് എൻ്റെ ഒരു കഥാപ്രസംഗ പുസ്തകം
ആക്കിക്കൊണ്ട് പോയിട്ടുണ്ടായിരുന്നു. അതിലൊരു കുഞ്ഞു കഥ കുട്ടിക്ക് ഇപ്പം പറയണമെന്നാണ് കാണിക്കുന്നു. ഓം ശ്രീനാരായണ പരമഗുരവേ നമഃ. ഓം ശ്രീ ശരണാംബികായേ നമഃ. ഓം ഗുരുഭ്യോ നമഃ. ഇന്ന് നമ്മുടെ സമൂഹത്തിൽ കാണുന്ന കല നടിക്കുന്ന കാഴ്ചകളിൽ ഒന്നിന്റെ ആവിഷ്കാരമാണ് കഥാപ്രസംഗ രൂപത്തിൽ ഞാൻ അവതരിപ്പിക്കുന്നത്. ഇതിൽ തെറ്റുകളും കുറ്റങ്ങളും കണ്ടെത്താം. സംഘകാരം ഇതിനെ ക്ഷമിച്ചതിന് പ്രോത്സാഹിക്കണമെന്ന് ഞാൻ അച്ഛമായി അപേക്ഷിക്കുന്നു. ഇതിൽ തെറ്റുകളും കുറ്റങ്ങളും കണ്ടെത്താൻ സംഘകാരം നിങ്ങളെ ക്ഷമിച്ചതിന് പ്രോത്സാഹിക്കണമെന്ന് ഞാൻ അച്ഛമായി അപേക്ഷിക്കുന്നു. എന്റെ കഥയുടെ പേര് അനാഥ. അത് തികച്ചും അനാഥയായ ഒരു കൊച്ചു കുട്ടിയുടെ കഥ. അനാഥ കാതികയല്ല കലാകാരിയല്ല ഞാൻ കേവലം ഒരു വിദ്യാർത്ഥിനി. ക്ഷമിക്കുക, സ്കൂളിൽ മാത്രം അവതരിപ്പിക്കുന്നതല്ലോ. തെറ്റുകുറ്റങ്ങൾ കടന്നു വന്നാൽ മാപ്പിനിക്ക് കണേക്കൂലി, മാപ്പിനിക്ക് കണേക്കൂലി. എന്റെ കഥയുടെ പശ്ചാത്തലം ഒരു ജീവന്റെ ശിക്ഷണമാണ്. അതാ അങ്ങോട്ട് നോക്കും. തോമനക്കുന്ന കൈയൊഴിഞ്ഞൊരു പാത്രവുമായി ഒത്തി വരുന്ന വയറും തടവിക്കൊണ്ട് ആൾക്കാരിനൊപ്പം പരീക്ഷയോടെ വിഷപ്പിന്റെ ക്ഷീണത്താൽ വെറും തടവിക്കൊണ്ട് അതിന്റെ വീര്യമായി നോക്കുന്നാക്കുന്ന സഹോദരങ്ങളാണ്. ഏതോ വീര്യതാണ്ടവും ഒറ്റവരെ നശിക്കും പാവം കുഞ്ഞുങ്ങൾ. നാലുകാരിയാണെന്ന് രക്ഷിതാവ് നാലുകാരിക്ക്. അത് 6 വയസ്സുകാരിയാണ് അനുജത്തിയുടെ രക്ഷിതാവ്. നോക്കു കൂട്ടനെ 1ാം ക്ലാസ്സിൽ പഠിക്കുന്ന പ്രായമാകുട്ടിക്ക് എന്തറിയാം? അല്ല, നമുക്ക് തെറ്റിയെല്ലാം അറിയാം. കാരണം അവൾ അനുജത്തിയുടെ രക്ഷിതാവാണ്. അനുജത്തെ പുറത്തേക്ക് ചുമതല അവൾ ഏറ്റെടുത്തിരിക്കുകയാണ്. അഴകാക്കും വേഴാമ്പൊടി പോലും അഴകാക്കും വേഴാമ്പല് കൂടി വൈദ്യരെന്നോ കുഞ്ഞുങ്ങൾക്ക് പയ്യാത്ത കളി കണ്ടാലി അയ്യോ പശു മാറ്റാനിന്നവർക്ക്, അയ്യോ പശു മാറ്റാനിന്നവർക്ക്. അതാ വണ്ടി ഇങ്ങെത്തിക്കഴിഞ്ഞു. അതാ വണ്ടി ഇങ്ങെത്തി കഴിഞ്ഞു. കുഞ്ഞുങ്ങളെ ഉള്ള തെളിഞ്ഞു. ജീവന്റെ വന്നു ശേഷണിൽ നിന്നു എത്ര കളി കൊണ്ട് വിഴുന്നിറഞ്ഞു. പല്ലിലടിച്ചത പാടുന്നു തുടരുന്ന പെൺകുട്ടി. പഞ്ചത്തിയുടെ ബഷീരക്കാർ തന്നാലാകും വിധം പാടുന്നു, തന്നാലാകും വിധം പാടുന്നു. പാട്ട് കേട്ട് കുറെ ആസ്വാദകർ. പാട്ട് കേട്ട് കുറെ ആസ്വാദകരവിടെ കൂടി. പാട്ട് തീർന്നു. രക്ഷിതാവെല്ലാം പിരിഞ്ഞു. എന്റെ ലോകം കുഞ്ഞുങ്ങളെ ഉള്ള നേരെ. എപ്പോഴും നേരെ പാത്രം കാലിയായ പാത്രത്തിൽ നോക്കി ആ കുഞ്ഞുങ്ങളെ ആ കുട്ടികൾ നിന്നു. തന്റെ മുള്ളുവഴിയിൽ താങ്ങി, തന്റെ മുളവഴിയിൽ താങ്ങി തന്റെ മുളവടിയിൽ താങ്ങി ഒരാൾ അവിടെ എത്തുന്നു. ഒരാളവിടെ എത്തുന്നു. അയാൾ യാചകനാണ്. അയാളും യാചകനാണ്. തനിക്ക് കിട്ടിയ സമ്പത്തിന്റെ ഒരു ഭാഗം തനിക്ക് കിട്ടിയ സമ്പത്തിന്റെ ഭാഗം പാത്രത്തിൽ ഇട്ടു. ആ പാത്രത്തിൽ ഇട്ടു കൊടുത്തു. കുറെ നാണയത്തുകൾ. നാണയത്തുകൾ. ഇത്ര പഠിച്ചോളാം. മതിയാ. ഇനി അറിയാമോ? ആ നാണയത്തിന്റെ കിരീടം ഉദാഹരണമാണ്.
ഞാൻ കുഞ്ഞിന് പ്രാണനെ പേരാൻ ക്ഷീണമറിയാതെ തരികയാണ് പെൺകുട്ടി ഓടി പോവുകയാണ് പെൺകുട്ടി. കൂട്ടുകാരെ, ഇനി നമുക്ക് ആ അനുജത്തിയോട് അല്പം കുശലം ചോദിക്കാം. ആരെന്ത് ചോദിച്ചാലും അനിയത്തി കുഞ്ഞിനെ അറിയുന്നത് മാത്രം അറിയാം. അനിയത്തി കുഞ്ഞിനെ അറിയുന്നത് മാത്രം അറിയാം. ആരെന്ത് ചോദിച്ചാലും അനിയത്തി കുഞ്ഞിന് അറിയുന്നത് മാത്രം അറിയാം. ശ്രദ്ധിക്കൂ. അങ്ങ് അകലെ അതാ ഒരു ആരവം കേൾക്കുന്നില്ലേ? ശ്രദ്ധിക്കൂ, ഒന്ന് അകലെ ഒരു ആരവം കേൾക്കുന്നില്ലേ? അവിടെ ഒരാൾക്കൂട്ടം. ഒരാൾക്കൂട്ടം. അവിടെ എല്ലാവരും കൊടുക്കുന്നുണ്ടല്ലോ. ഞെട്ടിത്തെറിച്ചു പോയി സർവരും. അവർക്ക് അത്രയും പറയണമെന്ന് നോക്കാം. അതസ്ഥം പ്രത്യക്ഷം ബ്രഹ്മാസി ത്വതിരാണി മയൂപുത്തിരി സബ്ജരി ആഹ ത്വതി വിഷയാവിനി സവിദോജുഭൂമി അംഗമിത്യാജം ജുഭൂമി ത്വം നഗ പ്രസീദ പ്രസീദ സ്വയച്ഛ പ്രയച്ഛ സ്വാഹ. ഓം ശാന്തി ശാന്തി ശാന്തി. ശിഖരാഗ്രേതിരിവത്മാസനസ്ഥം വരദമഭ്യഹസ്തം പാപവിഘ്നം സപാദം സുജനം നികരസേവ്യം ചാരുകാരുണ്യനേത്രം കരികരുഷവിനാശം നഭൂമിനാരായണാഖ്യം. ഏറെ ആദരണീയരായിരിക്കുന്ന ഇതിൻ്റെ പ്രിയപ്പെട്ട സംഘാടകരെ, ഇങ്ങനെ ഒരു പഠന ക്ലാസ് സജ്ജീകരിച്ചതിന് അതിന് ഒരു കാരുണ്യം കൊണ്ട് തന്നെയാണ് നടത്താൻ കഴിഞ്ഞത്. 2 വർഷങ്ങളിൽ ഞങ്ങൾക്ക് പ്രത്യേകമായ നന്ദി പറഞ്ഞുകൊണ്ട് എനിക്ക് അവസരം തന്നതിന് എൻ്റെ വകയായിട്ട് നന്ദിയും കൂടെ പറഞ്ഞുകൊണ്ട് എന്തായാലും ശ്ലാഘനീയമാണ് ഇത്രയും ദിവസം ക്ലാസ് നടത്തിയത്. തുടർന്നുള്ള വർഷങ്ങളിലും മഹാഗുരുവിൻ്റെ കാരുണ്യം അതിലുണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇവിടെ കഥാപ്രസംഗം അവതരിപ്പിച്ച കുട്ടിയുണ്ടല്ലോ, മേഘ അല്ലേ? ആധുനിക കേരളത്തിന്റെ ആദ്യത്തെ കാഥികനെ വാർത്തെടുത്തത് ശ്രീനാരായണ ഗുരു ആണ് എന്ന് നിങ്ങൾക്ക് അറിയാമായിരിക്കും. ഈ കുഞ്ഞും അപ്രകാരത്തിൽ ലോകം മുഴുവനും അറിയുന്ന ഗുരുവിന്റെ കഥാപ്രസംഗ രൂപത്തിൽ പറഞ്ഞ് അതിപ്രശസ്തി നേടട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ പ്രഭാഷണവും പ്രസംഗവും നടത്തുകയുള്ള സമയമില്ല. എന്നെ വിളിച്ചപ്പോൾ തന്നെ പറഞ്ഞത് ഭദ്രകാളി അഷ്ടമം ആദ്യമൊക്കെ ചൊല്ലണമെന്നാണ്. ഞാനന്ന് ചൊല്ലാം. അന്ന് തന്നെ 2 പ്രാവശ്യം എന്നെ കൊണ്ട് ചൊല്ലിച്ചതാണ് ഭദ്രകാളി അഷ്ടകം. ശ്രീമശങ്കരപാണി വല്ലഭ കിരൽ ലോലംബമാലോലസൻ മാലാലോല കലാപകാളകപരി ധാരാവലി ഭാസുരി കാരുണ്യാമൃത വാരി
വർഷാവലി ബാലാംബാം ലളിതാളകാം അനുദിനം ശ്രീഭദ്രകാളി ഭജേ ഹേനാദാരിദാരിക അസുരശിര ശ്രീവീരമാണോന്മദ ശ്രേണീ ശോണിത ശോണിമാധരപുടീം വീടീരസാസ്വാദിനീം പാടീരാതി സുഗന്ധിജൂചുകതടീം ശാടീകുടീരസ്ഥലീം ഘോടീവൃന്ദസമാനധാടീയുതീം ശ്രീഭദ്രകാളീം ഭജേ ബാലാകാം ആയുധകോടി ഭാസുരകിരീടാം ആമുഗ്ധമുഗ്ധാളക ശ്രേണീനിന്ദിതവാസിക അമരസരോജ ആകാഞ്ജലോരുശ്രിയം വീണാവാദന കൗശലാശയശയ ശ്രീയാനന്ദസന്ദായിനീം അംബാം അംബുജലോചനാം അനുദിനം ശ്രീഭദ്രകാളീം ഭജേ മാതംഗശ്രുതിഭൂഷിണീ മധുധരീ വാണീ സുധാമോഷിണീ ഭ്രൂവിക്ഷേപകടാക്ഷവീക്ഷണ വിസർഗ ക്ഷേമ സംഹാരിണീ മാതംഗീ മഹിഷാസുര പ്രമഥിനീ മാധുര്യധുര്യാകര ശ്രീകാരോത്തര പാണി പങ്കജപുടീ ശ്രീഭദ്രകാളീം ഭജേ മാതംഗാനന ബാഹുലേയ ജനനീ മാതംഗസംഗാമിനീ ചേതോഹാരിതനുച്ഛവീം ശബരികാ ചക്ഷുഷ്മദീ അംബികാം ജൃംഭ പ്രൗഢനിസുംഭ സിംഹമധിനീ അംഭോജഭൂപൂജിതാം സമ്പത്സന്തതിദായിനീ ഹൃദി സദാ ശ്രീഭദ്രകാളീം ഭജേ ആനന്ദൈകതരംഗിണീ അമലതൃന്നാളീകഹംസീമണീ പീനോ ഉത്തുംഗഘനസ്തനാം ഘനലസത് പാടീരപങ്കോജ്വലം സൗമാവീത നിദംബബിംബരസനാസ്യോദക്കൊണ കിങ്കിണീം ഏണാംഗാംബുജഭാസുരാസ്യ നയനാം ശ്രീഭദ്രകാളീം ഭജേ കാളാംബോധകളായ കോമളതനുച്ഛായാശിരീഭൂതിമത് സംഖ്യാനാന്തരിതസ്തനാന്തരലസൻ മാലാകിലൻ മൗക്തികം നാഭീകൂപ സരോജമാളി വിലസ ഛാദോദരി ഈശാപദി ദൂരീകുർവൈ ദേവി ഘോരദുരിതം ശ്രീഭദ്രകാളീം ഭജേ ആത്മീയസ്തനകുംഭകുങ്കുമരജ പങ്കാരുണാലം കൃത ശ്രീകണ്ഠൗരസഭൂരിഭൂതി അമരി കോടിരഹീരായിതാം വീണാപാണി സനന്ദനന്ദിതപദാം ഏണീ
വിശാലക്ഷണാം വേണീഹ്രീണിതകാളമേഘപടലീം ശ്രീഭദ്രകാളീം ഭജേ. ഫലശ്രുതി ദേവീ പാദപയോജ പൂജനം ഇതി ശ്രീഭദ്രകാള്യഷ്ടകം. രോഗൗഘാഘന അനിലായിതമിദം പ്രാഗപ്രഗേയ പഠൻ ശ്രേയ ശ്രീ ശിവകീർത്തി സംവദമലം സംപ്രാപ്യ സമ്പന്മയീ ശ്രീദേവീ മനഃപായിനീം യതിമയൻ സ്വയം സുഖീ വർത്തതേ. ഇവളുടെ വാക്കുകൾ ശ്രീനാരായണ പുണ്യതമ്പുരാന്റെ പാദപത്മങ്ങളിൽ അക്ഷരപ്പുകളായി സമർപ്പിച്ചുകൊണ്ട് അംബ ശാരദാംബയുടെ പാതാരവിന്ദങ്ങളിൽ സമർപ്പിച്ചുകൊണ്ട് നിർത്തുന്നു. ശ്രീനാരായണ ധർമ്മം വിജയിക്കട്ടെ. എല്ലാവർക്കും നന്ദി. എല്ലാവർക്കും നമസ്കാരം. കഴിഞ്ഞ ഒരു മാസമായി സന്ധ്യാലയത്തിൽ കൂടുകയും ശ്രീനാരായണ ഗുരുദേവന്റെ കൃതികളെക്കുറിച്ചും പ്രവർത്തനങ്ങളെക്കുറിച്ചും ഒക്കെയുള്ള ക്ലാസുകളും ചർച്ചകളും ഒക്കെ നടത്തുകയും. ഈ പരിപാടിയുടെ വിജയം എന്ന് പറയുന്നത് പുറത്തുള്ള നിവാസികളുടെ സഹകരണം അതെങ്ങനെ സംഘടിപ്പിക്കുവാൻ വായനശാലയ്ക്ക് കഴിയുന്നു എന്നുള്ളതാണ് പ്രധാന കാര്യം. നമ്മൾ എന്തിനൊക്കെ പഠിക്കണം, എന്തെങ്കിലും മനസ്സിലാക്കണം എന്ന് ചോദിച്ചാൽ എനിക്ക് പറയാനുള്ള ഉത്തരം നമ്മൾ നന്നാകുക എന്നുള്ളതാണ്. സ്വയം നമ്മൾ നന്നാകുക. ഒരു സമൂഹത്തിൽ ജീവിക്കുമ്പോൾ നമ്മൾ ആർജിച്ചിരിക്കേണ്ട ചില വാല്യൂസ്, ചില മൂല്യങ്ങളുണ്ട്. ആ മൂല്യങ്ങളുടെ ഒരു ആകത്തുകയാണ് ശ്രീനാരായണ ദർശനം എന്ന് ഞാൻ മനസ്സിലാക്കാം. ഈ കൃതികളിലൂടെയും പ്രബോധനങ്ങളിലൂടെയൊക്കെ ഗുരുദേവൻ പറഞ്ഞു തന്നതാണ്. നമ്മൾ സ്വയം നവീകരിക്കുകയും നന്നാകുകയും ചെയ്യുക, മറ്റുള്ളവർക്ക് നന്മ പകർന്നു കൊടുക്കാൻ കഴിയുക, ആ നിലയ്ക്കുള്ളൊരു ജീവിത ശൈലിയിൽ മാറ്റം ഉണ്ടാക്കിയെടുക്കുക. ആ തരത്തിൽ ഇത്തരം ക്ലാസ്സുകൾ ഒരാളിലെങ്കിലും ഒരു മാറ്റം ഉണ്ടാക്കാൻ കഴിഞ്ഞാൽ അതാണ് ഏറ്റവും വലിയ കാര്യങ്ങളുണ്ട്. അപ്പോൾ ഇത് ഒരു 30 വർഷമായി നടന്നു വരുന്നു. നിങ്ങളുടെ സഹകരണത്തിനുള്ള നന്ദി ഞാൻ അറിയിക്കുന്നു. ഇതുപോലുള്ള ക്ലാസ്സുകൾ അല്ലെങ്കിൽ ഇതേ തരത്തിലുള്ള മറ്റ് ക്ലാസ്സുകളും നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ ഒരു ആഴ്ച തോറുമോ മാസം തോറുമോ ഒക്കെ സംഘടിപ്പിക്കാൻ കഴിയും. അതിനുള്ള സഹായങ്ങളുണ്ട്. എനിക്ക് ക്ലാസ്സുകൾ നടത്തിയെന്ന് മനസ്സിലായ ഒരു വസ്തുത, ഇതൊക്കെ പഠിക്കുകയും പഠിപ്പിക്കാനും താല്പര്യമുള്ള ആളുകൾ ഒത്തിരി ഉണ്ടെന്നുള്ളതാണ്. നമ്മൾ അറിയുന്നില്ല. ഇതുപോലുള്ള ക്ലാസ്സുകൾ നമ്മൾ ശരിയായി നടപ്പിലാക്കുമ്പോഴാണ് ഈ ആളുകളുടെ ഉള്ളിലുള്ള ആ താല്പര്യം പുറത്തു വരുന്നത്. അറിയാൻ മനസ്സിലാക്കാൻ നമുക്കുള്ള താല്പര്യം ഇതിൻ്റെ അടുത്താണ്. ക്ലാസ്സുകൾ കൈകാര്യം ചെയ്യാൻ, ക്ലാസ് എടുക്കാൻ, ഇതുമായി സഹകരിക്കാനും ഒക്കെ ഒരുപാട് ആളുകളുണ്ട്. അപ്പോൾ അത് തന്നെ നമ്മുടെ ലക്ഷ്യവും അതാണ്. ശ്രീനാരായണ ഗുരുദേവനെ കുറിച്ചും ഗുരുദേവന്റെ കൃതികളെ കുറിച്ചൊക്കെ സാമാന്യ ജനങ്ങൾക്ക് മനസ്സിലാകുന്ന രീതിയിൽ പറഞ്ഞു കൊടുക്കാൻ കഴിയുന്ന ഔഷധമുണ്ടാകുക. നിങ്ങൾ നാളെ ഈ തരത്തിലേക്ക് നിങ്ങൾ ഉയർന്നാൽ അതൊരു വലിയ കാര്യമായിരിക്കും ഞാൻ മനസ്സിലാക്കി. ആ നിലയ്ക്കുള്ള ഒരു ശ്രമം കൂട്ടായി നടത്തുവാൻ, ഒരുമിച്ച് നടത്തുവാനുള്ള ഒരു ആഗ്രഹവും താല്പര്യവും ഈ ലൈബ്രറിയുടെ ഭാഗത്തുനിന്നും നിങ്ങളുടെ ഭാഗത്തുനിന്നും ഉണ്ടായാൽ കുറച്ചുകൂടെ ഫലപ്രാപ്തിയിലെത്തിക്കാൻ കഴിയും. ആ നിലയ്ക്കുള്ള കാര്യങ്ങൾ ആലോചിക്കണമെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് എല്ലാ സഹകരണത്തിനും നന്ദി അർപ്പിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ